നാടിന്റെ ക്രമസമാധാനം നോക്കാൻ ചുമതലപ്പെട്ട ഒരുത്തനൊരു ADGP കൊല്ലും കൊലപാതകവും അധോലോക രാജാക്കന്മാർ നാണിക്കുന്ന മട്ടിൽ സ്വർണ്ണക്കടത്തും മുഖ്യമന്ത്രി അടക്കം മന്ത്രിപ്പടയെ ചോർത്തലടക്കം നെറുകേടുകൾ മാത്രം കൈമുതലായ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് എന്ന അധികാരപക്ഷ MLA ഇട്ട ആറ്റം ബോംബിന്റെ പ്രഹരത്തിൽ നിന്ന് നാടിനിയും മുക്തമായിട്ടില്ല. ചോരനാടുന്ന വ്യവഹാരങ്ങളുമായ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് നാടിന്റെ തലസ്ഥാനത്ത് കസേരയിട്ടിരിക്കുന്നുവെന്നും അത് അധോലോകമാണെന്ന് മുദ്രാവാക്യത്തിലിറങ്ങിയ സമരക്കാരെ അബിൻ വർക്കിയുടെ മണ്ടയടിച്ചു കയറി ചോരയിൽ മുക്കിയ ക്രമസമാധാന പോലീസിന് നായാട്ട് തുടരുമ്പോഴും PV അൻവറിന്റെ പിന്നിൽ ആരാണ്, പിന്നിലെ പൊളിറ്റിക്കൽ പ്ലോട്ട് എന്താണ് എന്നിപ്പോഴും രാഷ്ട്രീയ കേരളത്തിന് അജ്ഞാതമാണ്. ഇക്കാലം അത്രയും അങ്ങേയറ്റത്തെ ചെടിപ്പിക്കുന്ന പുകഴ്ത്തുപാട്ടുകളിൽ, പുങ്കൻ തിരുവാതിര കളിയിൽ, ദൈവത്തിന്റെ വരദാനമൊന്നും അടുത്തുപോയാൽ കരിഞ്ഞു പോകുന്ന സൂര്യൻ എന്നൊക്കെ ആരാധകർ വാഴ്ത്തിപ്പാടി രാഷ്ട്രീയ നേതാവ് വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നതല്ലെന്നും അത് പാർട്ടിയാക്കിയതാണെന്നും നിലമ്പൂർ MLA ആർക്കുമില്ലാത്ത ധൈര്യത്തോടെ പറയുന്നുവെങ്കിൽ അൻവറിനൊപ്പം ദൈവം മാത്രമല്ലെന്നറിയാൻ പാഴൂർ പടിക്ക് പോണ്ട. ഇതേ വേദിയിൽ അൻവർ പറയുകയാണ്, ആഭ്യന്തര വകുപ്പിൽ രാഷ്ട്രീയ സെക്രട്ടറിയും ഗൂഢസംഘവും ചേർന്ന് ഒരു ബാരിക്കേഡ് കെട്ടി കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രി അറിയിക്കാതെ മറച്ചുവെക്കലാണ്. പല കാര്യങ്ങളും അറിയുന്നില്ല പിണറായി. ആ പറഞ്ഞതിന്റെ പച്ച മലയാളം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർക്കും കണ്ണുകെട്ടാവുന്ന ഒരു പരമസാധു അല്ലെങ്കിൽ കേരളം കണ്ട കഴിവുകെട്ട ആഭ്യന്തര മേധാവി. ഇക്കാലം അത്രയും പരാതികളില്ലാതെ പാർട്ടി സമ്മേളനം തുടങ്ങുന്ന കൃത്യമുഹൂർത്തത്തിൽ ADGPയെ ചാരി P ശശിയിലേക്ക് ഒരു സർജിക്കൽ സ്ട്രൈക്കിന് പാർട്ടി അംഗം പോലും അല്ലാത്തൊരു ഔട്ട്സൈഡർ MLA തയ്യാറാകുന്നുവെങ്കിൽ അൻവറിന്റെ ധർമ്മസമരത്തിന് പിന്നിൽ ഒരു പാർട്ടി അധികാരത്തിന്റെ ശാക്തി കച്ചേരി ഇല്ലെന്നാണോ? നീണ്ട 17 വർഷങ്ങൾക്കിടയിൽ സാക്ഷാൽ VS ഉയർത്തിയ എതിർപ്പുകളെയും അരിഞ്ഞുകളഞ്ഞ ശക്തനായ പാർട്ടി സെക്രട്ടറിയാണ്. ശേഷവും എതിർപ്പിന്റെ കണിക പോലും ഇല്ലാതെ പാർട്ടിയെ കൈവെള്ളയിൽ വെച്ച മുഖ്യമന്ത്രി കാലയളവാണ്. അതും പൂർത്തിയാകുന്നത് പാർട്ടിയിലെ 1/4 നൂറ്റാണ്ട് പിണറായി കാലം. അതിനുശേഷമുള്ള അധികാര കേന്ദ്രം ഏതാണ്, വെട്ടിയൊതുക്കി മരിക്കേണ്ടത് ആരെയാണെന്ന പൊളിറ്റിക്കൽ കൂപ്പാണ് നിലമ്പൂർ പടപ്പുറപ്പാടെന്ന് സംശയിക്കുന്നവരെ പഴിക്കാമോ? ADGPക്കും SP-ക്കും എതിരായ അൻവറിന്റെ ആരോപണ തുടർച്ചയിൽ പഴയ പീഡന കേസൊക്കെ പൊങ്ങി വന്നൊരു വാർത്താദിനം കൂടിയാണ്. ആരോപണ വിധേയന ഉദ്യോഗസ്ഥൻ പറയുന്നു, മുട്ടിൽ മരം മുറുക്കിയ അന്വേഷണത്തിന്റെ വൈരാഗ്യം തീർക്കലാണ്. അങ്ങനെ ആവാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കാലം മുതലെടുത്ത് ആരെങ്കിലും തീർത്ത് കളയാൻ പകയുമായി ഇറങ്ങിയതാണെങ്കിൽ അത് സ്ത്രീ മുന്നേറ്റങ്ങളെ റദ്ദാക്കുന്ന വൃത്തികേടാണ്. അക്ഷരം തെറ്റാതെ വിളിക്കണം തെമ്മാടി പണി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. എനിക്കിപ്പം പാനൽ KR ഗോപികൃഷ്ണൻ, വേണു ബാലകൃഷ്ണൻ, S വിജയകുമാർ എന്നിവർ, പ്രിയപ്പെട്ട അതിഥികൾ M ലിജു, B ഗോപാലകൃഷ്ണൻ, ആനന്ദ് കൊച്ചൂടി, റെജു ലൂക്കോസ്, MSF നേതാവ് അഡ്വക്കേറ്റ് സജൽ എന്നിവർ ചേരുകയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അൻവർ പരാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ശശിക്കെതിരെ തൽക്കാലം പാർട്ടി അന്വേഷണമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളുകയാണ്. പാർട്ടി സെക്രട്ടറി അഡ്വക്കേറ്റ് ലിജുവിലേക്കാണ് പോകുന്നത്. ലിജു, ഇന്നിപ്പോൾ MP ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം കേട്ടിരുന്നോ? അതിനു മുമ്പ് പറഞ്ഞു കേട്ടിരുന്നത് ഉറപ്പായും ശശിക്കെതിരെ ഉള്ള പരാതി പാർട്ടി ഗൗരവത്തോടെ കാണുന്നുവെന്നും സെക്രട്ടേറിയറ്റ് അത് ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും എന്തൊക്കെയാണ്. എന്നാൽ MP ഗോവിന്ദൻ പറയുകയാണ്, അങ്ങനെ ശശിക്കെതിരെ ഒരു പരാതി PV അൻവർ തന്നിട്ടേ ഇല്ല. വിശ്വസിക്കാവോ ശ്രീ ലിജു? അല്ല, ഞാൻ ശ്രീ MP ഗോവിന്ദൻ്റെ പത്രസമ്മേളനം ഞാൻ പൂർണ്ണമായി കണ്ടില്ല. പക്ഷെ ഞാൻ കേട്ടതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് അൻവർ അങ്ങനെ ഒരു പരാതി കിട്ടില്ലെന്നാണ്. എനിക്ക് അതിലൂടെ തന്നെ തോന്നിയ ഒരു കാര്യം, യഥാർത്ഥത്തിൽ അതൊക്കെ തന്നെ എത്ര ലജ്ജാകരമായൊരു പരാമർശമാണ്. പരസ്യമായി CPM-ൻ്റെ പിന്തുണയിൽ CPM-കാരനായ MLA എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഔദ്യോഗികമായി ചിഹ്നമില്ല എന്നതിനപ്പുറത്ത് CPM-നൊപ്പം നിൽക്കുന്നൊരു MLA ആണ്, ഒരു ഭരണകക്ഷി MLA ആണ് അൻവർ പരസ്യമായി സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള DGPക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ഈ ആരോപണങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിയെ അറിയിച്ചു എന്ന് പറഞ്ഞു. ശശിക്കെതിരായും ആരോപണം ഉയർന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കൊലപാതകം, സ്വർണം പൊട്ടിക്കൽ, മയക്കുമരുന്ന്, സ്നൂപ്പിംഗ്, ഫോൺ ചോർത്തൽ തുടങ്ങി അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ. ഒരു പാർട്ടിയുടെ, രാഷ്ട്രീയ പാർട്ടിയുടെ, ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഭരണമൊക്കെ പോകട്ടെ, കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന, കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ നിർണായകമായൊരു പങ്ക് വഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന സെക്രട്ടറി, നമ്മൾ സ്വാഭാവികമായും ധാർമ്മികത ഉണ്ടാകും എന്ന് കരുതുന്ന, ധാർമ്മികതയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരാൾ പറയുകയാണ്, ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. MLA ഇങ്ങനെയൊക്കെ പലതും ചാനലിലൂടെ പറഞ്ഞെന്നിരിക്കാം. ഞങ്ങളുടെ പാർട്ടിക്ക് എഴുതി തന്ന പരാതിയിൽ അതില്ല. ഒരു വില്ലേജ് ഓഫീസർ പറയുന്ന രീതിയിലാണ് പറയുന്നത്. എനിക്ക് തന്നിരിക്കുന്ന പരാതി കരവടയ്ക്കാൻ വേണ്ടി മാത്രമാണ്, വസ്തു അളക്കാനായിട്ട് തന്നിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ശ്രീ പിണറായി വിജയനെ ഏത് ധാർമ്മിക ച്യുതിയാണോ ബാധിച്ചിരിക്കുന്നത്, അദ്ദേഹം എങ്ങനെയാണോ ക്രിമിനലുകളുടെ സംരക്ഷകനായി മാറിയത്,
സമാനമായ രീതിയിൽ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കാൻ ധാർമ്മികതയില്ലാത്ത, ഗ്രാമ്യ ഭാഷയിൽ പറഞ്ഞാൽ നട്ടല്ലില്ലാത്ത ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് CPM-നെ നയിക്കുന്നത് എന്ന നമ്മുടെ ഇവിടെ മെനിഞ്ഞാന്ന് അൻവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ പി ശശി ഒരു സമ്പൂർണ്ണ പരാജയമാണ്, ഈ കാര്യങ്ങളൊന്നും പി ശശി അറിയുന്നില്ല. ഒരു പടി കൂടി കടത്തിക്കൊണ്ട് അദ്ദേഹം ചോദ്യത്തിന് ഉത്തരമായി പറയുന്നുണ്ട്, എന്താണ് പി ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗൂഢസംഘം അവിടെയുണ്ട്, ആ സംഘം ഒരു ബാരിക്കേഡ് പോലെ അവിടെ കാര്യങ്ങളെ കെട്ടിത്തിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അപ്പുറത്ത് നിർത്തി ഇരുട്ടിൽ നിർത്തി കാര്യങ്ങളൊന്നും അറിയിക്കാതെ ഇരിക്കുന്നു. MP ജയരാജൻ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദ്യത്തിന് MP ജയരാജൻ ഉയർന്നപ്പോൾ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ അത്തരത്തിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, അക്കാലം നല്ല കാലമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് മാത്രമല്ല എല്ലാ വാർത്താ സമ്മേളനങ്ങളും പി ശശിക്കെതിരെ ഓൾ ഔട്ട് അറ്റാക്ക് നടത്തിയ PV അൻവർ പരാതി കൊടുത്തപ്പോഴത് കൊടുത്തില്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കണോ? അല്ല, ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ എന്താണോ അൻവർ പറഞ്ഞത് ആ കാര്യങ്ങൾ ഈ പറയുന്ന പരാതിയുമായി ചെന്നപ്പോൾ മുഖതാവിൽ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകളൊന്നും കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാർട്ടി പരിശോധനയിലേക്ക് കടക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ അൻവറാണ് വിശദീകരിക്കേണ്ടത്. ഗോപികൃഷ്ണൻ അതിനെ എങ്ങനെ കാണുന്നു? അല്ല, എനിക്ക് തോന്നുന്നത് ഇന്ന് MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ PV അൻവറിനെ ഒരു പരിധിവരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ്. ഞാനത് പറയാൻ കാരണം, പാർട്ടി തലത്തിൽ ഇപ്പോൾ പി ശശിക്കെതിരായിട്ടുള്ളൊരു പരാതി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന എഴുതി കൊടുത്ത പരാതിയിൽ പി ശശിക്കെതിരായിട്ടുള്ള ഒരു ആരോപണവുമില്ല. അതിന്റെ ഭാഗമായി പാർട്ടി അന്വേഷണത്തിലേക്ക് കടക്കാനും പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഈ PV അൻവറിനെതിരായിട്ടുള്ള, അതായത് പാർട്ടി തലത്തിൽ ഒരു പരിശോധന ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ച PV അൻവറിനെ പരസ്യമായി MV ഗോവിന്ദൻ തള്ളുന്നുണ്ട്. അതായത് ഇങ്ങനെയായിരുന്നില്ല PV അൻവറിനെ പോലൊരാൾ ആരോപണം ഉന്നയിക്കേണ്ടത്, അദ്ദേഹം പരസ്യമായിട്ടല്ല ആരോപണം ഉന്നയിക്കുന്നത്, ആ നിലപാട് ശരിയായില്ല എന്ന ഒരു വിമർശനവും MV ഗോവിന്ദൻ ഉന്നയിക്കുന്നുണ്ട്. ഇനി നേരത്തെ ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ തന്നെ മുഖതാവിൽ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ പല കാര്യങ്ങളും MV ഗോവിന്ദനെ നേരിട്ട് കണ്ടപ്പോൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം പി ശശിക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് ഈ പാർട്ടി കൊടുക്കുന്നില്ല എന്നൊരു സന്ദേശം കൂടി MV ഗോവിന്ദൻ ഈ വാർത്താ സമ്മേളനത്തിൽ നൽകുന്നുണ്ട്. അതേസമയം തന്നെ ഈ അന്വേഷണം, അതായത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ എന്താണോ കണ്ടെത്തുന്നത് അതിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പി ശശിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിൽ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാവുകയോ ആ ഘട്ടത്തിൽ തുടർ നടപടികൾ എന്താണെന്ന് ആലോചിക്കാം എന്ന ഒരു ക്ലോസ് കൂടി അവിടെ MV ഗോവിന്ദൻ വെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും PV അൻവറിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന തരത്തിലോ PV അൻവറിനെ പിന്തുണയ്ക്കുന്ന തരത്തിലോ PV അൻവറിന്റെ ആരോപണങ്ങളെ അതീവ ഗൗരവമായി പരിഗണിക്കുന്നു എന്ന നിലയ്ക്കോ MV ഗോവിന്ദൻ ഈ വിഷയത്തെ പാർട്ടി സമീപിച്ചതായി MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രതിപക്ഷം ഒരു ഭരണപക്ഷ എം എൽ എയുടെ ആരോപണം മുഖവിലേക്ക് എടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് ഇറങ്ങുന്നു. അപ്പോൾ ആ ഒരു പരിമിതി കൂടി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ പക്കലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PV അൻവറിനെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ, പൂർണ്ണമായി ഉൾക്കൊണ്ടു എന്ന സന്ദേശം കൊടുക്കുകയാണെങ്കിൽ അത് വരാൻ പോകുന്ന പ്രതിപക്ഷ സമരങ്ങൾക്കുള്ള ഊർജ്ജമാകും. അത് നൽകാൻ എന്തായാലും ഒരു പാർട്ടി സെക്രട്ടറി തയ്യാറാവില്ല. പക്ഷേ MV ഗോവിന്ദൻ എന്ന് പറയുന്നുണ്ട് ഇത് ഭരണതലത്തിലുണ്ടായ വീഴ്ചയാണ്, അല്ലെങ്കിൽ ഭരണതലത്തിലുണ്ടായ പ്രശ്നമാണ്, അതിനെ അന്വേഷിക്കാൻ ഒരു സമിതി അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഭരണതലത്തിലെ വീഴ്ച എന്ന് പറയുമ്പോൾ ആരുടെ വീഴ്ചയാണ്? ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്ന് പാർട്ടി സെക്രട്ടറി പറയുകയാണ്. ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കം ആഭ്യന്തര വകുപ്പിൽ കാര്യങ്ങൾ CPM-ന് രാഷ്ട്രീയ നയം തീരുമാനിക്കാൻ അവിടെ CPM വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം വീഴ്ചയാണ് എന്ന് പറയാതെ പറയുകയാണ് MV ഗോവിന്ദൻ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി എന്ന് വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പരസ്യമായി സമ്മതിക്കുന്നു എന്നൊരു കാര്യം ഞാൻ കാണുന്നു. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ പാർട്ടി സെക്രട്ടറി തൽക്കാലം PV അൻവറിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാതെ തള്ളുന്നു എന്ന മട്ടിൽ അങ്ങ് ഒഴിവാക്കിയാൽ തന്നെയും ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നു. ഒരുപക്ഷെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രാദേശിക പ്രശ്നങ്ങൾ മാത്രമേ ചർച്ചയാകുള്ളൂ. അത് ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങൾ അവിടെ കൂടുതൽ ചർച്ചയാവില്ല. അതിനുശേഷം വരാൻ പോകുന്നു ഏരിയ സമ്മേളനങ്ങൾ വരാൻ പോകുന്നു. അതിനുശേഷം വരാൻ പോകുന്നു ജില്ലാ സമ്മേളനങ്ങൾ വരാൻ പോകുന്നു. ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും തൽക്കാലം PV അൻവറിനെ MV ഗോവിന്ദൻ ഉൾക്കൊള്ളുന്നില്ല എന്ന വികാരം അങ്ങോട്ടേക്ക് എത്തില്ല. കാര്യം നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ നമ്മൾ അടിത്തട്ടിലെ പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരണം കാണുമ്പോൾ 101% PV അൻവർ എന്താണോ പോലീസിനെതിരെ പറയുന്നത്, പി ശശിക്കെതിരെ പറയുന്നത്, അതിനൊപ്പം പ്രത്യക്ഷമായി തന്നെ പരസ്യമായി തന്നെ പല പാർട്ടി നേതാക്കളും പാർട്ടി അംഗങ്ങളും ഒക്കെ അൻവറിനൊപ്പം നിൽക്കുന്നു. അത് അടിത്തട്ടിലെ എന്ന് പറഞ്ഞാൽ സഖാക്കൾക്ക് പോലും DYFIക്കാർ SFIക്കാർക്ക് സ്റ്റേഷനിലേക്ക് പോയാൽ 2 അടി കൂടുതലാണ്. അതാണ് പുതിയ പോലീസ് നയം എന്നതടക്കം ഈ പറയുന്ന പൂരം കലക്കി എന്നുള്ള ആരോപണത്തോട് ചേർത്ത് ഇതിനകത്ത് RSS ഫ്രാക്ഷൻ ഉണ്ട് എന്ന പഴയ അനിരാജയുടെ പ്രതികരണം അടക്കം ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുന്ന കാലമാണ്. അടിത്തട്ടിൽ PV അൻവർ പറയുന്നതിനെ പാർട്ടി പ്രവർത്തകർ അത് നെഞ്ചേറ്റുമ്പോൾ ഈ വരുന്ന ഏരിയ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉറപ്പായും ഇത് ചർച്ചയാവാതെ പോവില്ല. വിജയകുമാർ.
അത് ഈ CPM-ന്റെ സാധാരണ സമ്മേളന കാലത്ത് ഇത്തരം ഈ ആഭ്യന്തര രാഷ്ട്രീയം ചർച്ചയാകാതിരിക്കുക എന്നത് പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം വിഭാഗീയത കൊടികുത്തി വാണ കാലത്ത് സമ്മേളനം തുടങ്ങുമ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലാണ്. അപ്പോൾ ജില്ലാ സമ്മേളനം തുടങ്ങുമ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും അനുവദിക്കില്ല എന്ന ആമുഖ പ്രസംഗത്തോടെയാണ് സമ്മേളനം തുടങ്ങുന്നത്. അപ്പോൾ ഇത് അതിനപ്പുറത്തേക്ക് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പാർട്ടിയുടെ ബ്രാഞ്ച് ഘടകത്തിൽ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു വിമർശനത്തിന് കാരണമാകുന്നത് അൻവറിൻ്റെ ഈ പറയുന്ന തുറന്നു പറച്ചിലുകളാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് പി ശശിയിലൂടെ പിണറായിയിലേക്ക് എന്ന നീക്കം, ആ നീക്കത്തിനാണ് ഇവിടെ അൻവർ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നതാണ്. പക്ഷേ ഇന്ന് എന്നാൽ അങ്ങനെ പറഞ്ഞവരെ അങ്ങനല്ല എന്ന് പാർട്ടി സെക്രട്ടറി തിരുത്തുന്നില്ല. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്ന് കൃത്യമായി പറയുന്നില്ല. അവിടെ നേരത്തെ ഗോപി പറഞ്ഞ പോലെ ഒരു ക്ലോസ് വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ സാധ്യതകൾ ഇപ്പോഴും അങ്ങനെ വിചാരിക്കേണ്ടവർക്ക് അങ്ങനെ വിചാരിക്കാം, ഇനി അല്ല മറിച്ച് വേണ്ടവർക്ക് അങ്ങനെ വിചാരിക്കാം. ഇത് തള്ളാതെ പാർട്ടി സെക്രട്ടറി വളരെ തന്ത്രപരമായ ഒരു കൗശലം അതിൽ കാട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ്. CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ് CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ് പി ശശി. പി ശശിക്കെതിരെ എന്താണ് ഇല്ലാത്തൊരാരോപണം ഔട്ട്സൈഡറായ MLA ഉന്നയിച്ചാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ സമീപനം ഇങ്ങനെ ആവില്ല, ആ പ്രതികരണം ഇങ്ങനെ ആവില്ല. കുറച്ചുകൂടി അതിരൂക്ഷമായിട്ട് സംസാരിക്കാൻ അറിയാത്ത ആളല്ലേ MV ഗോവിന്ദൻ. എന്തായാലും ആ രൂക്ഷത ഉണ്ടായിട്ടില്ല ഗോപി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ. അല്ല, ആ രൂക്ഷത ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ അൻവറിനെ ഇപ്പോൾ നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ബുദ്ധിപരമായി ഗോവിന്ദ മാഷ് സംസാരിച്ചപ്പോൾ പ്രയോഗിച്ച ചില വാചകങ്ങളുണ്ട്. അതായത് എന്തായിരുന്നു നിങ്ങൾ ഇത്രയും നാൾ PV അൻവറിനെ വിശേഷിപ്പിച്ചത്? എങ്ങനെയാണ് പ്രകൃതി പരിസ്ഥിതി വിരുദ്ധനായിട്ടൊരാൾ, പിന്തിരിപ്പൻ, സാമൂഹിക വിരുദ്ധൻ, ഇങ്ങനെയൊക്കെ നിങ്ങൾ അവതരിപ്പിച്ച, നിങ്ങൾ പ്രചരിപ്പിച്ച PV അൻവറാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്ന് പറയുന്നത്. അത് ഞാൻ നോക്കുമ്പോൾ അത് അത്തരമൊരു വിശേഷണം മുൻപ് മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതവിടെ പറയേണ്ട ഒരു സാഹചര്യം ഗോവിന്ദ മാഷെ സംബന്ധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു വിശേഷണം നൽകിയിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് PV അൻവറിനെ ഒരു പരിധി വരെ ഡിസോൺ ചെയ്യുന്ന, അദ്ദേഹത്തെ തള്ളുന്ന ഒരു സമീപനം പാർട്ടി സ്വീകരിച്ച, അല്ലെങ്കിൽ പരസ്യമായി അദ്ദേഹത്തെ തള്ളുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല ഗോവിന്ദ്, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ആംഗിളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന പല കാര്യങ്ങൾ ഇപ്പോൾ വിജയകുമാർ പറഞ്ഞത് തന്നെയാണ്. ആ ആംഗിളിൽ നിന്നാണ് ഇപ്പോൾ PV അൻവറിനെ പാർട്ടി തള്ളുന്നു എന്ന ആംഗിൾ കൂടി വീക്ഷണകോണിൽ കൂടി നമ്മൾ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന് PV അൻവറിനെ പൂർണ്ണമായി തള്ളുന്നു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കാനുണ്ട്. അതല്ല, PV അൻവറിനെ പരോക്ഷമായെങ്കിലും ചേർത്ത് പിടിക്കും, തൽക്കാലം അത് പരസ്യമായി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് PV അൻവറിനെ പറയുന്നതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല എന്നൊരു ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ടേക്ക് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലുണ്ട്. ഭാഗമുണ്ട്. അതായത് ഈ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് അത് നടന്നുകൊണ്ടിരുന്ന അതിന്റെ ഒരു അവസാന ഭാഗം എത്തിയപ്പോൾ ഞാൻ വേണുവിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ വേണുവിനോട് ചോദിച്ചു, എന്താണ് ഗോവിന്ദ മാഷ് ഈ അദ്ദേഹത്തെ കൊള്ളുകയാണോ, PV അൻവറിനെ കൊള്ളുകയാണോ തള്ളുകയാണോ ചോദിച്ചപ്പോൾ വേണു എന്നോട് പറഞ്ഞത് കൊള്ളുന്നുമുണ്ട് തള്ളുന്നുമുണ്ടെന്നാണ്. അല്ലെ, ചോദ്യമുണ്ട്. KT ജലീലിന്റെ ഈ പോർട്ടലിനെ പറ്റി ചോദിക്കുമ്പോൾ MV ഗോവിന്ദൻ ആദ്യ ചോദ്യത്തിന് എന്തോ ഒഴുക്കൽ മട്ടിൽ പറയുന്നു. രണ്ടാമത് ഒരിക്കൽ കൂടി ചോദിക്കുമ്പോൾ അഴിമതി തടയാൻ KT ജലീലിന്റെ സ്റ്റാർട്ടപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച KT ജലീലിനെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ തള്ളിപ്പറയാണ് MV ഗോവിന്ദൻ. അതെന്തെങ്കിലും സൂചനയാണ്? ഇതിലിപ്പോ MV ഗോവിന്ദൻ ആദ്യം PV അൻവറിനെ വിശേഷിപ്പിച്ചത് കേട്ടിട്ടുണ്ടാവുമല്ലോ. CPM-ന്റെ സഹയാത്രികനും CPM-ന്റെ MLA-യും CPM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗവും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ അൻവറിനെ ഉൾക്കൊണ്ടിരിക്കുന്നത്? ആ കാര്യങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെ അടിവരയിട്ട് അംഗീകരിക്കുകയാണ് പാർട്ടി. അതേസമയം ഒരു കുറുമുന്നണി ഏതെങ്കിലും ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നുവെങ്കിൽ അതിനെ പാർട്ടിയുടെ കാർക്കശ്യത്തിൽ തന്നെ നേരിടും. അതാണ് ഈ ജലീലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ഒറ്റ വാചകത്തിൽ അങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഈ അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാടായി മനസ്സിലാക്കാൻ കഴിയുന്നത്, പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ നിലവിൽ അൻവർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് പാർട്ടിക്ക് കടക്കാൻ കഴിയാത്ത പരിമിതിയുണ്ട്. അത് അൻവർ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പരിമിതിയാണ്, പാർട്ടിയുടെ പരിമിതിയല്ല. പാർട്ടി അൻവറിനെയും കടന്നുകൊണ്ട് സ്വയം ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യവുമില്ല. കാരണം എന്തൊക്കെയാണോ അൻവർ പരിശോധിക്കാൻ പറഞ്ഞത് അത് മുഴുവൻ പരിശോധിക്കേണ്ട സംവിധാനമല്ല പാർട്ടിയിലുള്ളത്. പാർട്ടി സംവിധാനം വെച്ചുകൊണ്ട് പരിശോധിക്കാൻ കഴിയുന്നതല്ല, അത് സർക്കാർ തന്നെ പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ആ പരിശോധനയിൽ എന്തെങ്കിലും കാര്യമുള്ളത് കണ്ടാൽ അതിന്മേൽ കർശനമായ നടപടി ഉണ്ടാകും, ശക്തമായ നടപടി ഉണ്ടാകും എന്ന് MV ഗോവിന്ദൻ പറഞ്ഞത് യാദൃച്ഛികമല്ല. കാരണം ഈ ശശിയുമായി ബന്ധപ്പെട്ട് ഇനി ഒന്നുമില്ല പാർട്ടിക്ക് സംശയിക്കാൻ എന്നൊരു ക്ലീൻ ചിറ്റ് ശശിക്ക് കൊടുക്കുന്നില്ല.
മാത്രവുമല്ല ഒരു സാധ്യത തള്ളിക്കളയുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഈ പാർട്ടി എടുക്കുക എന്ന സൂചന EP-യുടെയും PK ശശിയുടെയും കാര്യം പറയാതെ MP ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സംസ്ഥാന സമിതിക്ക് കിട്ടുന്ന പരാതികൾ കൃത്യമായ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അതിനിയും തുടരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ശശിയടക്കം ആർക്കെതിരെയും ഒരു കാര്യമായ പരാതി വന്നാൽ അതിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ശശിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും വരില്ല എന്ന് തീർപ്പ് കൽപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിനകത്തെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നത് സംസ്ഥാന സെക്രട്ടറിനകത്ത് സമാനമായ രീതിയിൽ ആർക്കെതിരെ പരാതി വന്നാലും അന്വേഷണം ഉണ്ടാകും എന്ന കാര്യം പറയുന്നു. അതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മിണ്ടാതെ കേട്ടിരുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടറിനകത്തെ വിവരങ്ങൾ കിട്ടുന്നത്. നമുക്ക് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി നിർച്ചിരുന്നു. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എന്താ ഇപ്പം ഈ PV അൻവറിന്റെ പിന്നിൽ എന്താണ്? അതിൽ CPM-ന്റെ ഏതെങ്കിലും ശാക്തിക ബലാബലത്തിന്റെ ചേരിയ അദ്ദേഹത്തിന് പിന്നിലുണ്ടോ എന്ന ചോദ്യത്തിനൊക്കെ അപ്പുറം PV അൻവർ ഉന്നയിച്ച അതിഗുരുതരമായ ആരോപണങ്ങൾ അവിടെയുണ്ട്. അത് ADGP MR അജിത് കുമാർ എന്ന് പറയുന്ന ആൾ ദാവൂദ് ഇബ്രാഹിം സ്റ്റൈലിൽ എന്താണ് ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്, അയാൾക്ക് സ്വർണ്ണക്കടത്തുണ്ട്, അയാൾക്ക് മന്ത്രിമാരുടെ ഫോൺ ചോർത്തലുണ്ട്, മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി എന്ന് പറയുന്ന ഒരു ശബ്ദരേഖ പുറത്തുവിടുന്നുണ്ട്, അയാൾ BJPക്ക് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കി കൊടുത്ത ആളാണ്, തുടങ്ങിയ അതിഗുരുതരമായ കുറച്ച് ചോദ്യങ്ങൾ അവിടെയുണ്ട്. അത് MV ഗോവിന്ദൻ അന്വേഷിച്ചാലും ഇല്ലെങ്കിലും. ശ്രീ ബി ഗോപാലകൃഷ്ണൻ. തീർച്ചയായിട്ടും ഉണ്ട്. ആ വിഷയങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതിൻ്റെ ചുമതല അത് പിണറായി വിജയൻ്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ആദ്യം ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പത്രസമ്മേളനത്തെ വേണു കാണുന്നത് പോലെയല്ല കാണുന്നത്. ഞാൻ ഈ പത്രസമ്മേളനത്തെ കാണുന്നത് ഒരു പരിഭ്രാന്തിയുടെ പത്രസമ്മേളനമായിട്ടാണ്, ഒരു വേഗമായിട്ടുള്ള പത്രസമ്മേളനമായിട്ടാണ്. ഒന്നിനും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവും അദ്ദേഹം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് എല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറയാനുള്ള ഒരു ഒളിച്ചോട്ടത്തിൻ്റെ പത്രസമ്മേളനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്നാൽ അതേ സമയത്ത് ഒളിച്ചോടുമ്പോൾ അദ്ദേഹം ഇത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. ADGPക്കെതിരായിട്ടുള്ള ഏതെങ്കിലും നടപടി എടുക്കണമെങ്കിൽ അത് ഗവൺമെൻറ് എടുക്കണം. ഈ പാർട്ടിയാണ് ഭരിക്കുന്നത്, ഈ പാർട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടി. അപ്പോൾ ഈ പാർട്ടിക്കും ഉത്തരവാദിത്വമുണ്ട് ADGPയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ആ വിഷയം വരുന്ന സമയത്ത് അദ്ദേഹം മറ്റു പല കാര്യങ്ങളും പരിപൂർണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ മാത്രം ഉത്തരം പറയുവാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് കാണിക്കുന്നത് ഒരു ഒളിച്ചോട്ടത്തിൻ്റെ പത്രസമ്മേളനമായി, കൃത്യമായ കാര്യങ്ങൾ പറയാതെ എന്നാൽ ഒരു പരിഭ്രാന്തിയുടെ പത്രസമ്മേളനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കൂടെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, PV അൻവറിൻ്റെ പിന്നിൽ MV ഗോവിന്ദനാണ്. അതാണ് വേണു കാണുന്നത് പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാർട്ടി സെക്രട്ടറിയുടെ വിലയിരുത്തൽ, ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഇടപെടലുകൾ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ ശശിക്കെതിരായ നടപടി വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരാതി വേണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല ആളുകൾക്കെതിരെയും ആ രീതിയിലുള്ള പരാതി ഇല്ലാതെ അവർ നടപടി എടുത്തിട്ടുണ്ടല്ലോ പല കാര്യങ്ങളിലും. ഈ മുതിർന്ന നടപടി എടുക്കുമോ നമുക്ക് അറിയില്ല. പരാതി ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. അല്ല ബി ഗോപാലകൃഷ്ണൻ, നമുക്ക് ഇപ്പോഴും അറിയില്ല ശശിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം. പരാതി ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്, പേര് പറഞ്ഞത്, എന്നോട് പറഞ്ഞത് കൃത്യം ഒറ്റ മാസത്തിനകം ശശിക്കെതിരെ നടപടി ഉണ്ടാവുന്ന പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്നത്തെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടാ നാളെ ആകാശം ഇടിഞ്ഞു അല്ലല്ല MV ഗോവിന്ദൻ ഒരു കാര്യം പറഞ്ഞു. അല്ലല്ല, മാധ്യമപ്രവർത്തകർ MV ഗോവിന്ദനോട് ചോദിച്ചു, ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ പറയുന്ന P ശശി എന്താണോ അതിൽ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ചുമതല അത് നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന്. അപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വ്യക്തി വന്ന് നമ്മളോട് പറയുകയാണ് ഇയാൾ അയോഗ്യനാണ് എന്ന്, അതിന്റെ പേരിൽ മാത്രം ഒരാൾക്കാരെ നടപടി എടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അപ്പോൾ അതിനകത്തൊരു വേറെ വളരെ കൃത്യമായിട്ടുള്ള മറ്റൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. PV അൻവർ പറയുന്നത് ഒരു വ്യക്തിയാണോ? കേവലം ഒരു വ്യക്തിയാണോ PV അൻവർ? PV അൻവർ എന്ന് പറയുന്നത് ഒരു സാമാജികനാണ്. അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ സഹയാത്രികനാണ്, ഞങ്ങളുടെ പാർലമെന്ററി കമ്മിറ്റി അംഗമാണ്. അല്ലല്ല ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനോട് ഒരു പാർട്ടി അംഗമോ അല്ലെങ്കിൽ പാർട്ടി സഹയാത്രികനോ ആയ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഈ ഗോപാലകൃഷ്ണന് യോഗ്യതയില്ല അല്ലെങ്കിൽ അർപ്പിച്ചിരിക്കുന്ന ചുമതല ഭംഗിയായി നിർവഹിക്കുന്നില്ല, ഉടനെ തന്നെ സുരേന്ദ്രൻ അങ്ങേ പുറത്താക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ അച്ചടക്ക നടപടി എടുക്കുകയാണോ ചെയ്യുക?
അല്ല, സുരേന്ദ്രൻ കൃത്യമായിട്ട് അങ്ങനെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയിലെ സമുന്നതനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഗോപാലകൃഷ്ണനെ കുറിച്ച് ഒരു പരാതി പറഞ്ഞാൽ തീർച്ചയായിട്ടും അന്വേഷിക്കും. ഞാനത് അന്വേഷിക്കാം. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തും. ഇവിടെ എന്താ പറഞ്ഞത്? ഈ അൻവർ നേരിട്ട് മുഖതാവിൽ പറഞ്ഞു. മുഖതാവിൽ പറഞ്ഞത് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ലേ? മുഖതാവിൽ പറഞ്ഞു പരാതി. ഇനി പരാതി എഴുതി കൊടുത്തതിൽ ഉണ്ടോ ഇല്ലയോ, ഞാൻ പരാതി കണ്ടിട്ടില്ല, ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇനി എം വി ഗോവിന്ദൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടാണ് പരാതി എഴുതിയെങ്കിൽ അതിനകത്ത് ശശിയെ സംരക്ഷിക്കേണ്ട ബാധ്യത എം വി ഗോവിന്ദൻ ഉണ്ടെങ്കിൽ അയാളത് പറയില്ലല്ലോ. എൻ്റെ ചോദ്യം വളരെ സ്പഷ്ടമാണ്. പി വി അൻവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻ്ററി കമ്മിറ്റി അംഗമാണ്, ഒരു സാധാരണക്കാരനല്ല. ബി ഗോപാലകൃഷ്ണനെ കുറിച്ച് ചുമതലപ്പെട്ട ഒരാൾ, സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന പ്രസിഡന്റിനോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. സംസ്ഥാന പ്രസിഡന്റ് തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. അന്വേഷിക്കാൻ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞത് പി വി അൻവറിന് പിന്നിൽ ഗോവിന്ദ മാഷാണെന്ന് ഇതോടെ വ്യക്തമായി ഈ വാർത്താ സമ്മേളനത്തിലൂടെ എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ പറയുന്നു പി ശശിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ എം വി ഗോവിന്ദൻ പി വി അൻവറിലൂടെ ആർക്കെതിരെ യുദ്ധം നയിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? ഇപ്പോൾ ഈ ആരോപണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നത് പി ശശിയാണല്ലോ. പി ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടാനും പോകുന്നില്ല. അപ്പോൾ താങ്കൾ പറയുന്നത് ഗോവിന്ദൻ മാഷാണ് ഇതിന് പിന്നിലുള്ളത്. ആർക്കെതിരെ നയിച്ച യുദ്ധമായിരുന്നുവെങ്കിൽ അത് ഇത്ര നേരവും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ വലിയ കഷ്ടമാണ്. ADGPയെ മുന്നിൽ വെച്ചുകൊണ്ട് പിണറായി വിജയനെതിരായിട്ടുള്ള മൂവ്മെൻ്റാണത്. അതിൽ നിന്ന് ശശിയെ മാറ്റി നിർത്തണം. വളരെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനാണ്. അതുകൊണ്ടാണ് ADGPയുടെ വിഷയത്തിൽ അത് ഗവൺമെൻറ് തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഗവൺമെൻറ് തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ അത് പിണറായി വിജയൻ്റെ തലയ്ക്ക് വെച്ചു കൊടുത്തു. ആക്ഷൻ എടുത്തില്ലെങ്കിൽ അതിൻ്റെ ചുമതല പിണറായി വിജയന്. ADGPയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഗോവിന്ദൻ പറഞ്ഞത്. അത് പിണറായി വിജയൻ തീരുമാനിക്കും, മുഖ്യമന്ത്രി തീരുമാനിക്കും. അത് മുഖ്യമന്ത്രിയെ നടപടി എടുക്കേണ്ടത്. അപ്പോൾ അവിടെ കൈ കഴുകിയല്ലോ കൃത്യമായിട്ട്. എന്നാൽ പാർട്ടി പറഞ്ഞു ADGPയുടെ വിഷയത്തിൽ കർശനമായ നടപടി വേണം, ADGPയെ മാറ്റി നിർത്തണം. ഞാൻ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിൻ്റെ കാര്യത്തിലും BJPയുടെ കാര്യത്തിലും ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണം വന്നയാൾ മാറി നിൽക്കണം. എത്ര ഉദാഹരണമാണ് നിങ്ങൾക്ക്? ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലേ? BJPയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ലേ? കേന്ദ്ര നേതൃത്വത്തിനെതിരെ എന്താ CPMന് മാത്രം അങ്ങനെ ഒരു ആരോപണമില്ലേ? അങ്ങനെ ഒരു നയപരിപാടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ADGPയുടെ കാര്യത്തിൽ മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കും MV ഗോവിന്ദനും നട്ടലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോടും പറയണമായിരുന്നു. അതിനെ അവർ രാഷ്ട്രീയം പറഞ്ഞു. നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിനെ ഉമ്മൻചാണ്ടിക്കെതിരെ രാഷ്ട്രീയം പറയാം, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കാം, മാറി നിൽക്കാൻ പറയാം, രാജിവെക്കാൻ പറയാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് BJPയുടെ നേതാക്കന്മാരോട് അല്ലെങ്കിൽ BJPയുടെ ചുമതലയിരിക്കുന്ന ആളുകളോട് ഇത് പറയാം. എന്നാൽ MV ഗോവിന്ദന് സ്വന്തം പാർട്ടിയോട് പറയാൻ എന്താ പറ്റാത്തേ? അപ്പോൾ വളരെ കൃത്യമാണെന്ന് ഒരു നിമിഷം ശ്രീ അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ ദയവായി തുടരുക. ഒരു കാര്യം, അതിലൊരു ചെറിയ ചർച്ച നടത്തിയ ശേഷം താങ്കളിലേക്ക് വരാം. ഇതിൽ ഇപ്പോൾ പി ശശിയുടേതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞാലും അതൊരു രാഷ്ട്രീയ നിയമനമാണ്. ഇപ്പോൾ രേഖാമൂലം അൻവർ കൊടുത്ത പരാതിയിൽ പി ശശിക്കെതിരെ പരാമർശമുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞതിനകത്ത് അജിത് കുമാറിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? അത് ശശിയാണ്. അല്ലെങ്കിൽ പി ശശി ഇതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്നൊക്കെ മറച്ചു വെക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും അത്രയും പറഞ്ഞിട്ട് ഇത് മുഴുവൻ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ പി ശശിയെ പറ്റിയുള്ള പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് ഗോവിന്ദ മാഷ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്ര ഗൗരവമുള്ള ഒരു പ്രധാനപ്പെട്ട പദവിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു വലിയ അധികാര കേന്ദ്രത്തെ പറ്റി ഇത്തരം ഒരു വിവരം പറഞ്ഞിട്ട് ഒരു പാർട്ടി അന്വേഷിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് തോന്നാത്തത് എന്താണെന്നൊരു ചോദ്യമുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് തോന്നാത്തതാണോ അതോ അത് തോന്നിയ കാര്യം മാധ്യമങ്ങളോടും പരസ്യമായി പറയാത്തതാണോ നമുക്ക് ഇപ്പോഴും അറിയില്ല. അല്ല, അത് ചോദിച്ചല്ലോ ആവർത്തിച്ച് പാർട്ടി അന്വേഷണം ഉണ്ടോ എന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ചോദ്യമില്ല. അങ്ങനെയാണെങ്കിൽ അത് കള്ളം പറയണ്ടല്ലോ പാർട്ടി സെക്രട്ടറിക്ക്. അല്ല, അതിനെപ്പറ്റി അത് വരട്ടെ പറയാമെന്ന് പോലും അല്ല, ഇല്ല എന്ന് സംശയമില്ലാത്ത മട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ശ്രീ ആനന്ദ് കൊച്ചുള്ളിലേക്ക് എത്താം. ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പി വി അൻവറിനെ തള്ളുകയാണോ MV ഗോവിന്ദൻ എന്നുള്ളതാണ്. PV അൻവർ
അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ റിദാൻ ഫാസിൽ കൊലപാതകത്തിൻ്റെ ദുരൂഹതകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ്. അതിൽ പറയുമ്പോൾ പോലും പി വി അൻവർ പറയുന്നത് ഈ അന്വേഷണത്തിൽ എനിക്ക് വിശ്വാസമൊക്കെയാണ്, പക്ഷേ എന്ന് പറയുമ്പോൾ പോലും അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ പൊതുജന സമക്ഷത്തേക്ക് തെളിവുകൾ വെക്കുന്നു എന്ന മുഖവരോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ ആ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല എന്ന് ഈ സായാഹ്നത്തിലും പറയുകയാണ് പി വി അൻവർ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇന്നത്തെ എം വി ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നേരത്തെ കെ ആർ ഗോപകൃഷ്ണൻ പറഞ്ഞതുപോലെ പി വി അൻവറിനെ പറ്റി പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇദ്ദേഹം പരിസ്ഥിതി ദ്രോഹിയായ ഒരു പിന്തിരിപ്പനായ ഒരു എന്ന് പറഞ്ഞാൽ പി വി അൻവറിനെക്കുള്ള വിശേഷം ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടെന്ന് വായിക്കുകയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഈ സമയത്ത് എടുത്തു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പി വി അൻവറിനെ യഥാർത്ഥത്തിൽ തള്ളുകയാണോ അല്ലെങ്കിൽ പരോക്ഷമായെങ്കിലും കൊള്ളുകയാണോ CPM? ആനന്ദ് വെച്ചുകൂടി. അല്ല ഹാഷ്മി, പി വി അൻവറിനെ കൊള്ളാനും തള്ളാനും പറ്റാത്ത അവസ്ഥയിലാണ് ഈ പാർട്ടി, അല്ലെങ്കിൽ ഒഫീഷ്യലി ഔദ്യോഗികമായിട്ട് ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം ആ കസേരയിൽ ഇരുന്ന് മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ഒരു ധർമ്മസങ്കടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് പോലും താല്പര്യമുള്ള ഒരു കാര്യമാണ് അൻവർ ചെയ്യുന്നതെങ്കിലും ഇങ്ങനെ ഇപ്പോൾ അൻവറിനെ പോലെ ഒരു ഇപ്പോൾ അദ്ദേഹം ശശിക്കെതിരെ പരാതി തന്നിട്ടില്ല എന്ന് പറയുന്നു. അൻവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അൻവർ പറയുന്നുണ്ട്, അൻവറിന്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തെ മലപ്പുറം SP-ക്കെതിരെ അദ്ദേഹം ആദ്യം പത്രസമ്മേളനം നടത്തുക അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുന്നു. അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹം 13 ദിവസം ഫോൺ എടുക്കാതെ, അല്ലെങ്കിൽ പി ശശിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആൾക്കാരെയോ ഒക്കെ അറിയാമല്ലോ, മറ്റേ രാകേഷ് ഉണ്ട്, അല്ലെങ്കിൽ PM മനോജ് ഉണ്ട്, ഇതുപോലെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഉണ്ട്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനുണ്ട്. മിക്കവാറും ഇവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നത്. അദ്ദേഹം അവരുടെ ഒന്നും ഫോൺ എടുക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം പരസ്യമായിട്ട് വിളിച്ചു പറയുന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം അല്ലെങ്കിൽ മുഖ്യമന്ത്രി CMOയിൽ നിന്ന് മാത്രമല്ല ഫോൺ വന്നത്, പാർട്ടി ഓഫീസിൽ നിന്ന് വന്നു എന്നും പറയുന്നുണ്ട്. അതെ, പാർട്ടി ഓഫീസിൽ നിന്ന് വന്നുവെന്നും പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കുന്തമുന നേരെ ചെന്ന് തറയ്ക്കുന്നത് പി ശശിയിലേക്കും MR അജിത് കുമാറിലേക്കും ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് CMO അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയാണ് നേരെ ചെന്ന് തറയ്ക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ഗോവിന്ദൻ മാഷിനെതിരെയോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയോ അല്ല അദ്ദേഹം പട നയിക്കുന്നത്, വളരെ വ്യക്തമാണ്. അദ്ദേഹം പട നയിക്കുന്നത് പാർട്ടിയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റിയപ്പോഴുള്ള ഒരു ഉപജാപക സംഘം. അത് പക്ഷെ നേരെ ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ എതിരെ പോലും നടപടിയെടുക്കാതെ, അങ്ങനെ ഉപജാപക സംഘത്തിനെതിരെ മാത്രമാണ് അൻവറിന്റെ നീക്കമെങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അത് പരസ്യമായി പറയേണ്ടതില്ല. ഇപ്പോൾ അൻവറിന് മുഖ്യമന്ത്രിയെ പോയി കാണാനാണോ പാട്? അൻവറിന് എം വി ഗോവിന്ദനെ പോയി കാണാനാണോ പാട്? അതൊന്നും ചെയ്യാതെ ഇപ്പം അൻവർ തന്നെ പറയുന്നു, ഞാൻ സ്പെസിഫിക്കായി ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്, ഇത് ഞാൻ പൊതുജനത്തോട് പറഞ്ഞിട്ട് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ എൻ്റെ ചർച്ചയിൽ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം, അത് തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ എവിഡൻ്റായി അങ്ങനെ തന്നെ ആ പ്രോസസ്സ് അങ്ങനെ പോയാൽ മതി എന്ന തീരുമാനം അൻവറിൻ്റെതാണ്. തീർച്ചയായും അൻവറിന്റെ പിറകിൽ നിൽക്കുന്ന ആൾക്കാരുടെയുമാണ് ഇത്. ആദ്യം EP ജയരാജനെയാണ് വെട്ടിവീഴ്ത്തിയത്. EP ജയരാജനെ വെട്ടിവീഴ്ത്തിയതിന്റെ ഒരു പശ്ചാത്തലം, കഴിഞ്ഞ ജൂലൈയിലെ സെക്രട്ടേറിയറ്റില് 4 ചോദ്യങ്ങൾ EP ജയരാജൻ MV ഗോവിന്ദനെ പേരെടുത്ത് പറയാതെ 4 ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരം കൊടുത്തിട്ടില്ല എന്ന് മാതൃഭൂമി പത്രം കഴിഞ്ഞ ഞായറാഴ്ച വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നു. 4 ചോദ്യങ്ങളും അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായ സോഴ്സുകളിൽ നിന്ന് സെക്രട്ടേറിയറ്റിലെ ഏതോ അംഗം തന്നെ പറഞ്ഞു കൊടുത്ത ചോദ്യങ്ങളാണ്, ഈ കാര്യങ്ങളാണ് അവർ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ ആദ്യം ഇപ്പോൾ EP ജയരാജനെ MV ഗോവിന്ദനും സംഘവും ചേർന്ന് കൃത്യം ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പുറത്താക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ആള് പി ശശിയാണ്. പി ശശിയെ പുറത്താക്കുന്നതിന് മുമ്പ് MR അജിത് കുമാറിനെ പുറത്താക്കണം. MR അജിത് കുമാർ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ പി ശശിയെ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനം എത്തുമ്പോഴേക്കും പി ശശിയുടെ കാര്യം ഒരു വഴിയാകും എന്ന് ഗോവിന്ദൻ മാഷിനും അല്ലെങ്കിൽ പാർട്ടിയിൽ ഇപ്പോൾ പിണറായി വിരുദ്ധ ചേരിയിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ ഗോവിന്ദൻ മാഷിന് ഇങ്ങനെ അല്ലാതെ ഒരു നിലപാടെടുക്കാൻ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ആർക്കൊക്കെതിരാണ്? ഒന്ന്, സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP-ക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ്? വളരെ ഗൗരവ സ്വഭാവമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. അതിന്റെ ഭാഗമായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ സംരക്ഷണയിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതാണ് രണ്ടാമത്തെ ആരോപണം. മൂന്നാമത്, ഈ ADGP-യെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി
RSS ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പ്രതിപക്ഷത്തിന് ആരോപണം ഉന്നയിക്കാൻ പാകത്തിലുള്ള ചില വിവരങ്ങളും PV അൻവറിന്റെ ഈ വിവാദ പരാമർശങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 3 ആരോപണങ്ങളെയും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് 3ഉം പോയിന്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ്. അത് ക്രമസമാധാന പാലനത്തിന് ചുമതല വഹിക്കുന്ന ADGP-ക്കെതിരെയുള്ളതായാലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ കാര്യത്തിലായാലും ADGP-യെ മുന്നിൽ നിർത്തി BJP RSS ബന്ധത്തിന് ശ്രമിക്കുന്നു എന്ന ആക്ഷേപമായാലും ഇതെല്ലാം പോയിന്റ് ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ്. അങ്ങനെ പോയിന്റ് ചെയ്യപ്പെട്ട ആരോപണങ്ങളിൽ പാർട്ടി ആ ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട് എന്ന് താങ്കൾ MB ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ? അതല്ല പാർട്ടിക്കകത്ത് തന്നെ ഒരു വിഭാഗത്തിന്റെ ആസൂത്രിതമായ നീക്കമാണ് PV അൻവറിലൂടെ പുറത്തു വരുന്നത് എന്നാണ് താങ്കളുടെ നിരീക്ഷണമെങ്കിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എന്ത് വാദമാണ് താങ്കൾക്കുള്ളത്? അല്ല, ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രമുഖരായ കണ്ണൂർ നേതാക്കളുടെ തന്നെ താല്പര്യത്തിന്, കണ്ണൂരും കോഴിക്കോടുമുള്ള പ്രമുഖ നേതാക്കളുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു കാര്യം തിരുവിതാംകൂറിലെ കുറച്ച് നേതാക്കളും അവരെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഗോവിന്ദൻ മാഷ് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തുമ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോഴും അദ്ദേഹമല്ല ഇപ്പോഴും പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. ഇപ്പോഴും പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. ഇത് ആത്യന്തികമായി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ സെക്രട്ടേറിയറ്റില് ഇവരുടെ ഡെമോക്രാറ്റിക് സെൻട്രലിസം അവിടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലല്ലേ ഒരു കാര്യം അവർക്ക് സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ EP ജയരാജനെ പുറത്താക്കിയത് തന്നെ 4 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയപ്പോൾ മുഖ്യമന്ത്രി ഒഴിച്ച് 3 അംഗങ്ങൾ ഗോവിന്ദൻ മാഷും വിജയരാഘവനും MA ബേബിയും പിന്തുണച്ചതുകൊണ്ടാണ് EP ജയരാജനെ പുറത്താക്കാൻ പറ്റിയത്. അവിടെ മുഖ്യമന്ത്രി ഒരാളായി മാറി, 4 പേരിൽ ഒരാളായി മാറി. അതുപോലെ സെക്രട്ടേറിയറ്റിൽ ഗോവിന്ദൻ മാഷിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? മുഖ്യമന്ത്രിയേക്കാൾ കൂടുതലുണ്ടോ? അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ കൂടെ ഗോവിന്ദൻ മാഷിന് ഇപ്പോൾ നിൽക്കാൻ നിർവാഹമുള്ളൂ? ഇതെല്ലാം മുഖ്യമന്ത്രിയെ തന്നെ ലാക്കാക്കിയിട്ടുള്ളതാണ്. പക്ഷെ അത് ഒറ്റയടിക്ക് മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ചാൽ ഈ അൻവറിന്റെയും ഇപ്പോൾ സൈബർ ലോകത്ത് ഇവർക്കെല്ലാം കിട്ടുന്ന പിന്തുണ, ജലീലിനും അൻവറിനും എല്ലാം കിട്ടുന്ന പിന്തുണ ഒറ്റയടിക്ക് ഇല്ലാതാവുകയും ഇവരെല്ലാം പാർട്ടി വിരുദ്ധന്മാരായിട്ട് മുദ്ര കുത്തപ്പെടുകയും ഇവർക്ക് UDF-ലേക്കും പോകാൻ പറ്റാതെ, LDF-ലേക്ക് നിൽക്കാനും പറ്റാതെ, BJP-യിലേക്കും പോകാൻ പറ്റാതെ ഇവർ PC ജോർജിന്റെ അവസ്ഥയിൽ എത്തും എന്നുള്ളത് ശരിയാണ് താങ്കൾ പറയുന്ന വാദം ക്ലിയർ ആണ്. ശ്രീ M. ലിജു, ഇവിടെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടാകുന്ന പൊതുതാൽപര്യ ഹർജി പായ്ച്ചർ നവാസ് എന്ന് പറഞ്ഞൊരു സ്ഥിരം വ്യവഹാരയുടേതാണ്. ഇവിടെ അൻവർ ഈ പരാതിയിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് വെക്കൂ. MV ഗോവിന്ദൻ അൻവർ പറയുന്ന അന്വേഷിക്കുന്നില്ല, MV ഗോവിന്ദൻ P ശശിക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് വെക്കൂ. കോടതി എന്ന് പറയുന്ന റിസോർട്ടുണ്ട് പ്രതിപക്ഷത്തിന്. അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഒരു ഭരണപക്ഷ MLA പറഞ്ഞ വെളിപ്പെടുത്തൽ കോടതിയിലേക്ക് പോകാം. പ്രതിപക്ഷത്തിന്റെ ദൗത്യം, ഉത്തരവാദിത്തം അതുകൂടിയല്ലേ? അത് നിങ്ങൾ നിറവേറ്റാത്തത് എന്താണ് ശ്രീ അഡ്വക്കേറ്റ് M. ലിജു? ഹാഷ്മി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നത് ജനങ്ങളെ അണിനിരത്തി ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു ഡെമോക്രാറ്റിക് പ്രഷർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കോടതികൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ അവസാന ആശ്രയം മാത്രമാണ്. അതുവരെ ജനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഈ വിഷയമുണ്ടായ ദിവസം മുതൽ തന്നെ ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചിട്ടുള്ള സമരത്തിലാണ്. ഈ ആദ്യ ദിവസം ഈ ഒരു അൻവറിൻ്റെ പ്രഖ്യാപനം, ഇത് അൻവർ എന്നുള്ള ഈ കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ സംസ്ഥാന വ്യാപക പ്രതിഷേധം കോൺഗ്രസ് നടത്തി. കേരളത്തിലാകമാനം പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന് ശക്തമായ പ്രക്ഷോഭമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരെ അതിഭീകരമായി മർദ്ദിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയൊക്കെ തന്നെ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിൽ തന്നെ ഹാഷ്മി പറയുകയുണ്ടായി. അതിഭീകരമായിട്ടാണ് മർദ്ദിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. ഇന്ന് ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് തിരുവനന്തപുരത്ത് ഭരണസ്ഥിരാ കേന്ദ്രത്തിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ രാജിയും മറ്റ് അന്വേഷണങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി സമരം ചെയ്തത്. അപ്പോൾ ഇതിന് ഞങ്ങൾ ഗ്രാമങ്ങളിലേക്കുൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലേക്കും ജനങ്ങളെ അണിനിരത്തി ജനങ്ങളെ ഇത് സംബന്ധിച്ച് ബോധവൽക്കരിച്ച് ഈ വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം തുടരും. ഇപ്പോൾ കോടതി എന്ന് പറഞ്ഞാൽ അത് അവസാനത്തെ ഒരു ഓപ്ഷൻ മാത്രമാണ്, അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റവും എളുപ്പവഴി അവസാനത്തെ ഓപ്ഷൻ എന്നല്ല. ഞാൻ പ്രതിപക്ഷത്തിന് പല രീതിക്ക് പ്രവർത്തിക്കും. ഇപ്പോൾ നിയമസഭ എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന മേഖലയാണ്. രണ്ടാമത് ഈ പറയുന്ന മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന മേഖലയാണ്. തെരുവ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന മേഖലയാണ്. സർ, ക്രിമിനൽ പ്രോസിക്യൂഷനും PIL-ഉം RTI-യും കോടതിയും ഒക്കെ
പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന മേഖല തന്നെയാണ് ശ്രീ എം ലിജു. അല്ല, അതിന് ഒന്ന് കൂടെ, കഴിഞ്ഞാവുന്നുണ്ടോ? അതിന്റെ കൂടെ ചേർത്ത് ശ്രീ ലിജു ഒരു കാര്യം കൂടി. ഇപ്പോൾ PV അൻവറിനെ പ്രതിപക്ഷം ഓൺ ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വലിയ അഴിമതി നിയമസഭയ്ക്കകത്ത് PV അൻവർ ഉന്നയിച്ചതാണ്. അപ്പോൾ നിയമസഭയ്ക്ക് പുറത്തുന്നയിക്കട്ടെ, അപ്പോൾ നോക്കാം കാണാം എന്നാണ് VD സതീശൻ അന്ന് മറുപടി പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലും എൻ്റെ മൊഴി എടുക്കാതെ VD സതീശനെതിരായ കേസ് അന്വേഷണം അജിത്ത് അവസാനിപ്പിച്ചു എന്ന് PV അൻവർ പറയുന്നു. അപ്പോൾ അങ്ങനെ പ്രതിപക്ഷത്തിനെതിരെ നിരന്തരമായി ആരോപണം ഉന്നയിക്കുന്ന, അപ്പോൾ സർക്കാർ എവിടെ പ്രതിരോധത്തിലാകുന്നു, ആ ഘട്ടത്തിൽ സർക്കാരിനെ രക്ഷിക്കാൻ നിയമസഭയ്ക്കകത്തും പുറത്തും വെക്കുന്ന PV അൻവറിനെ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോ? PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതൊരു സമരരംഗത്തേക്ക് കൊണ്ടുവരേണ്ട, വേറൊരു തരത്തിൽ പറഞ്ഞ ഒരു ഗതികേട് പ്രതിപക്ഷത്തിന് അവിടെ ഉണ്ടോ? അല്ല, ഞാൻ കരുതുന്നത് ഇതിനൊക്കെ മറുപടി പറയണമെന്നാണ്. ഒന്നാമത് ഞാൻ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിനാണ് എൻ്റെ മറുപടി. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രഥമമായ ദൗത്യം എന്നത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഉള്ള പ്രക്ഷോഭങ്ങൾ തന്നെയാണ്. ജനങ്ങളിലേക്ക് വിഷയങ്ങൾ കൂടുതലെത്തിച്ച് അതുവഴി ജനകീയ പ്രതിഷേധത്തിലൂടെ ഇത്തരം ഭരണകൂടങ്ങളെ തിരുത്തിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് ഞങ്ങൾ ഒന്നാമത് ഏറ്റെടുത്തത്. നിയമസഭ ഒരു പ്ലാറ്റ്ഫോം ആക്കിക്കൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കോടതികളും ഞങ്ങൾ വിവിധ വിഷയങ്ങളിൽ സമാനമായ രീതിയിൽ കോടതികളെയും സമീപിക്കുന്നുണ്ട്. ഇപ്പം തന്നെ മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ കേസ് വിജിലൻസ് കോടതിക്ക് മുമ്പാകെ വന്നു. അത് എതിരായ വിധി വന്നപ്പോൾ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് മുമ്പായും വിവിധ കേസുകൾ. ഇപ്പോൾ നിയമപരമായ പോരാട്ടങ്ങളുമുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ കൂടുതൽ ഫോക്കസ് ജനങ്ങൾ തന്നെയാണ്. ആത്യന്തികമായി ഇതിനകത്ത് പരിഹാരമുണ്ടാക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ജനങ്ങളുടെ ഒരു തിരിച്ചടിയാണ് നരേന്ദ്രമോദി സർക്കാരിനും ഉണ്ടായത്. ഇവിടെ പിണറായി വിജയനും ആത്യന്തികമായി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടത്തിന് തിരിച്ചടി നൽകേണ്ടത് ജനകീയ പ്രതിഷേധങ്ങൾ തന്നെയാണ്. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. രണ്ട്, പിന്നെ അൻവറിനെ കുറിച്ചുള്ള, അൻവറിന് എന്തെങ്കിലും വിശ്വാസമുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായും കരുതുന്നില്ല, കോൺഗ്രസ് പാർട്ടിയും കരുതുന്നില്ല. അൻവർ ഇത് പറയുന്നത്, അൻവർ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട്, ശശിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. ഒരു സംശയ കാര്യത്തില്ല. എന്ന് വെച്ച് അൻവർ ഒരു പരിശുദ്ധനായ ഒരാളാണെന്നോ ഇത് ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഒരു പിന്നെ ഏത് സമയം അൻവർ പിന്മാറില്ലോ എന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആ ഇഷ്യൂ മാത്രമാണ്. അൻവർ പറഞ്ഞിരിക്കുന്ന ആ പ്രശ്നങ്ങളിൽ സംസ്ഥാന ADGP ഒരു ക്രിമിനലാണ്. കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, ഫോൺ സ്നൂപ്പിംഗ്, അതോടൊപ്പം തന്നെ സ്വർണം സ്മഗ്ലിംഗ്, ഇത്തരം കേസുകൾ അവിടെ നിൽക്കുന്നു. ഇതിൻ്റെ പങ്ക് പറ്റുന്ന ആളാണ് P ശശി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി നിൽക്കുന്ന P ശശി ഇതിൻ്റെ പങ്ക് വെക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ ഇന്നത്തെ ഒരു ചർച്ചയുണ്ടല്ലോ. ചർച്ചയിൽ എന്താ, ഒന്ന് പിണറായി വിജയനെ അട്ടിമറിക്കാൻ ഗോവിന്ദൻ്റെ വകാശ്രമം, അല്ലെങ്കിൽ ഗോവിന്ദനെ പ്രതിരോധിക്കാൻ, നിലവിലുള്ള CPM-നെ പ്രതിരോധിക്കാൻ പിണറായിയുടെ ശ്രമം, ഇതൊക്കെ ഇമ്മെറ്റീരിയലാണ്. ഇതൊക്കെ ആരുടെ പ്രശ്നം? ഇതൊക്കെ CPM-ൻ്റെ മാത്രം പ്രശ്നമാണ്. ജനങ്ങളുടെ പ്രശ്നം അതാണോ? ജനങ്ങളുടെ പ്രശ്നം ഇവിടെ ഉയർന്നിരിക്കുന്ന തീവ്രമായ കുറ്റകൃത്യങ്ങൾ മാത്രമാണ് പ്രശ്നം. നാളെ പിണറായി വിജയനും ഗോവിന്ദനും തമ്മിൽ കോംപ്രമൈസ് ആയാൽ അവസാനിക്കേണ്ട പ്രശ്നങ്ങളല്ല ഇവിടെയുള്ളത്. സംസ്ഥാന വ്യാപകമായി ഇവിടെ ഫോൺ ചോർത്തൽ പൗരസ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണ്. സ്വർണ്ണ കള്ളക്കടത്ത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്. കൊലപാതകം ഒരു സമൂഹത്തിൽ ഒരിക്കലും നടത്താൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഇതിനെല്ലാം ഒരു ക്രൈം സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു. അത് മാത്രമാണ് പ്രശ്നം. അത് മാത്രമാണ് പ്രശ്നമെങ്കിൽ അവിടെയാണ് പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞത് സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കുന്നു, സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം വഹിക്കുന്ന DGP ഇത് അന്വേഷിക്കുന്നുവെന്നും, ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയ ഹർജിക്ക് സംഭവിച്ചത് അറിയാമല്ലോ, തള്ളിപ്പോയി. അപ്പോൾ DGP അന്വേഷിക്കുന്നു, അതിലൂടെ കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്ന സർക്കാരിന്റെ നിലപാടിനെ അങ്ങനെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അംഗീകരിക്കാത്തത്? ഇവിടെ ആരാണ് റിയൽ കൾപ്രിറ്റ്? ആരാണ്? അതാണ് ഞാൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ഇപ്പോൾ ഞാൻ പഴയതുമായിട്ടൊന്നും കണക്ട് ചെയ്യുന്നില്ല. ലൈഫ് അഴിമതി കേസിൽ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു പ്രതി. അതോടൊപ്പം തന്നെ സ്പ്രിംഗ്ലർ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഇടനിലക്കാരനായിരുന്നയാൾ. സ്വർണ്ണക്കള്ളക്കടത്തിലും അദ്ദേഹത്തിൻ്റെ ആരോപണ വിധേയമായി. അദ്ദേഹം ജയിലിൽ കിടന്നു. മുഖ്യമന്ത്രി ഷീൽഡ് ചെയ്യപ്പെട്ടു. ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നിൽക്കുന്നു. യഥാർത്ഥ ഷീൽഡ് ചെയ്യപ്പെടുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് രണ്ട് നിരീക്ഷണങ്ങൾ വരാം. ഒന്നുകിൽ അദ്ദേഹം ഈ പറയുന്ന ക്രൈം സിൻഡിക്കേറ്റിൻ്റെ യഥാർത്ഥ സംരക്ഷകൻ അദ്ദേഹമാണ്. അല്ല എന്നുണ്ടെങ്കിൽ എന്താ, ഇതൊന്നും അറിയാത്ത ഒരു എന്താ പറയുന്നത്, ഒരു വിഡ്ഢി കുശ്മാണ്ഡമാണ് അദ്ദേഹം. നിഷ്ക്രിയനായി ഇന്നെഫിഷ്യൻ്റായ ഒരാൾ.
ഈ രണ്ടാണെങ്കിലും ഒന്നൊരു ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണെങ്കിൽ അത് സമൂഹത്തിന് ഭീഷണിയാണ്. അദ്ദേഹം തീർച്ചയായും ക്രിമിനൽ നടപടികൾക്ക് വിധേയനാകേണ്ട ഒരാളാണ്. രണ്ട്, അത്ര ഇന്നെഫിഷ്യൻ്റായ ശിവശങ്കരൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ശശിയും ശശിക്കെതിരെ പരാതി എഴുതി നൽകുമെന്ന് പറയുകയാണ് ഇപ്പോൾ പി വി അൻവർ. പറ്റുന്നുണ്ട് ബിജു, ഇപ്പോൾ ഒരു വാർത്തയാണ് പ്രേക്ഷകർ അറിയിച്ചോട്ടെ. പി വി അന്വേഷിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞോളൂ. അല്ല, പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നിങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ ആ ഭരണ പോയിന്റ്, ആ മുഖ്യമന്ത്രി സ്ഥാനത്തെ നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? മുഖ്യമന്ത്രി ക്രിമിനലുകളുടെ സംരക്ഷകനാണോ, അല്ലെങ്കിൽ ഇത്രയും ക്രിമിനൽ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത ഒരാളാണോ മുഖ്യമന്ത്രി? അങ്ങനെ ഒരാൾക്ക് കേരള സമൂഹത്തെ നയിക്കാൻ അവകാശമുണ്ടോ? എന്നാണ് ചോദ്യം. പി വി അൻവറിനോട് ഞാൻ ചോദിച്ചിരുന്നു. പി വി അൻവർ അതിന് പറഞ്ഞ മറുപടി, ഈ പറയുന്ന ശശിയുടെ നേതൃത്വത്തിലുള്ള സംഘം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും അറിയിക്കുന്നില്ല, ബാരിക്കേഡ് കെട്ടി കണ്ണു മൂടുകയാണെന്ന് പറയുകയാണ്. ഇപ്പോൾ പി വി അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ എം വി ഗോവിന്ദന് നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തു വരുന്നുണ്ട്. ബഹുമാന്യം ആദരണീയമായ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി, ആ പരാതിയാണ് എം വി ഗോവിന്ദന് നൽകിയത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളുടെയും സംഭവവികാസങ്ങളുടെയും ഉറവിടങ്ങളും സാക്ഷികളും പരാതിക്കാരും മലപ്പുറം ജില്ലയിൽ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എണ്ണി പറയാൻ മലപ്പുറം എസ് പി ക്യാമ്പിൽ ക്യാമ്പ് ഹൗസിലെ മരങ്ങൾ മുറിക്കാൻ സോഷ്യൽ ഫോറസ്ട്രി. രണ്ടാമത്തെ വിഷയമായി അവിടെ താഴെ പറയുന്നത് സംസ്ഥാന സർക്കാർ ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന നവകേരള സദസ്സ്. പിന്നീട് ഇങ്ങനെ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനൽ. അങ്ങനെ അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എണ്ണി അതിൽ പറയുന്നു. അതിൽ എവിടെയും പി ശശിയെ പറ്റി പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുമില്ല, എം വി ഗോവിന്ദന് നൽകിയ പരാതിയിലുമില്ല. ഇത് അല്പസമയം മുൻപ് പി വി അൻവർ പറയുന്നത് പി ശശിക്കെതിരായ പരാതി പാർട്ടി സെക്രട്ടറിക്ക് എഴുതി നൽകുമെന്നുള്ള കാര്യമാണ്. അതൊരു ഡെവലപ്മെന്റാണ്. തിരികെ ഇടവേളയ്ക്ക് ശേഷം എന്തായാലും പി ശശിക്കെതിരായ പരാതി എഴുതി നൽകുമെന്ന് പറയുകയാണ് പി വി അൻവർ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് പി വി അൻവർ മറുപടി. ആദ്യഘട്ടത്തിൽ ഋദാൻ ഫാസിലിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് പറയുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പി ശശിക്കെതിരെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് എഴുതി നൽകിയിരുന്നില്ല. എഴുതി നൽകുമോ ചോദ്യത്തിന് എഴുതി നൽകും എന്ന് കൃത്യമായി പറയുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ ആദ്യഘട്ടത്തിൽ പറയുകയായിരുന്നു എന്താണ് എം വി ഗോവിന്ദന് ധൈര്യമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും എം വി ഗോവിന്ദനും സി പി എമ്മിനും അക്കാര്യത്തിൽ ക്ലാരിറ്റി വരാൻ പോകുന്നു. പി വി അൻവർ എഴുതി നൽകാൻ പോകുന്നു ശശിക്കെതിരായ ആരോപണം. ഈ പി വി അൻവർ എഴുതി നൽകാൻ പോകുന്നു എന്നുള്ളതും എഴുതി കിട്ടിയാൽ അന്വേഷിക്കും എന്ന് പറയുന്നതും തമ്മിലൊരു കോറിലേഷൻ ഇല്ലേ, ഒരു ബന്ധമില്ലേ? എന്തുകൊണ്ടാണ് ഒരു ബന്ധമില്ല എന്ന് ചിന്തിക്കുന്നത്? വളരെ കൃത്യമാണ്, അതൊരു ബന്ധമുണ്ട്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നാളെ നിങ്ങൾക്ക് വളരെ കൃത്യമായി ഗോവിന്ദനോട് ചോദിക്കാം, അദ്ദേഹം എഴുതി നൽകിയില്ലേ, നിങ്ങളെന്ത് നടപടിയെടുത്തു? അപ്പോൾ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയാം, ഇതിനൊരു 2-3 ആംഗിൾ ഉണ്ട്. അതിലെ ആദ്യത്തെ ഒരു ആംഗിൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. രണ്ടാമത്തെ ഒരു ആംഗിൾ ഉണ്ട്, അത് ഞാൻ വേണുവിനോടാണ് ചോദിക്കുന്നത്. കാരണം വളരെ കൂടുതൽ സദാചാരത്തെക്കുറിച്ചും രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചൊക്കെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏകപക്ഷികമായിട്ടുള്ള 24-ലെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നന്മയാണല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം സമൂഹത്തിൻ്റെ നന്മയാണ്. സ്വാഭാവികമായും ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയുടെ ലക്ഷ്യം കൂടുതൽ ആ നന്മയാവണം. ഇനി ബാക്കിയെല്ലാം വലതുപക്ഷ പാർട്ടിയാണ്. ഇടതുപക്ഷ പാർട്ടി അങ്ങനെ അല്ലല്ലോ. ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുമ്പോൾ കൂടുതൽ ധാർമ്മികതയും കൂടുതൽ നന്മയ്ക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്നാണല്ലോ നിങ്ങളിൽ പലരും പറയാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വഴിപിഴച്ചു പോകുന്ന ഒരു ഭരണത്തിൻ്റെ ഒരു വിഷയമാണല്ലോ നമ്മൾ കാണുന്നത്. കാരണം പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സർക്കാരിൻ്റെ മുഖം എന്ന് പറയുന്നത് പോലീസിൻ്റെ മുഖമാണ്. അതുകൊണ്ട് പോലീസ് ദുഷിച്ചാൽ ഒരു സർക്കാർ ദുഷിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ വരികളാണ്, പിണറായി വിജയൻ്റെ. ഇവിടെ പോലീസ് ദുഷിച്ചു എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത രീതിയിൽ ഒരു സാമാജികൻ പറയുമ്പോൾ, ഒരു നിയമസഭാ അംഗം പറയുമ്പോൾ, അവരുടെ പാർലമെൻ്ററി അംഗം പറയുമ്പോൾ, ഒരു പാർട്ടി അത് തിരുത്താൻ തയ്യാറാവണോ വേണ്ടയോ? എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ഒന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പാർട്ടി എന്ന നിലയിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മുഖം പിഴച്ചു പോകുമ്പോൾ അത് തിരുത്താനുള്ള ബാധ്യത ആ പാർട്ടിക്കില്ലേ? ഇന്ന് എം വി ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിൽ ഏതെങ്കിലും തരത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഗവൺമെൻറ് അന്വേഷിക്കുമെന്ന് പറഞ്ഞത്. എന്നാൽ അതേ സമയത്ത് അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം കൃത്യമായ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തെ ബാധിക്കുന്ന വിഷയമാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയം.
അതിൽ കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു CPM-ഉം BJP-യും തമ്മിലൊരു ബാന്ധവമുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞത് എന്താ? അസംബന്ധമാണ്. അസംബന്ധം എന്ന വാക്കിന് മുകളിൽ വേറൊരു വാക്ക് പ്രയോഗിക്കാമെങ്കിൽ അതാണ്. വളരെ കൃത്യമാണ് അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാട്. അത് കഴിഞ്ഞിട്ട് ADGP ദത്താത്രേയ ഹോസാബിലെ കാണാൻ പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൂടെ പറഞ്ഞു. ADGP സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ദത്താത്രേയ ഹോസാബിലെ പോയി 1 മണിക്കൂർ കണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല, കണ്ടാലില്ലേലും എന്നും പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. അത് പാർട്ടിയുടെ താല്പര്യത്തിന്, അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലേ ഞങ്ങളതിൽ ഇടപെടുന്നു എന്ന രീതിയിലും കൂടി സൂചിപ്പിച്ചു. എൻ്റെ പോയിന്റ് ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്. ഭരിക്കുന്ന ഭരണകൂടം പിഴച്ചു പോയാൽ, ദുഷിച്ചു പോയാൽ അത് തിരുത്തേണ്ട ബാധ്യത പാർട്ടിക്കില്ലേ? സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പോക്ക് ശരിയല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയം ശരിയല്ല, അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ പിഴവ്, ഇന്നത്തെ ദുഷിപ്പ് അത് കൃത്യമായ രീതിയിൽ അടിവരയിട്ട് പറയാൻ ബാധ്യസ്ഥനായിരുന്നില്ലേ? എന്ന് പറഞ്ഞാൽ അത് വാർത്താ സമ്മേളനത്തിൽ വന്ന് പരസ്യമായി പറയുക എന്നുള്ളത് CPM ഒരു രീതിയല്ല എന്നുകൂടി ഉണ്ട്. ഞാൻ അങ്ങനെ എത്താം. ശരിയാണ്, താങ്കൾ പറഞ്ഞു. ശാനന്ദ് കൊച്ചുകൂടി ഇവിടെ KT ജലീലിന്റെ ചോദ്യം ഉയരുമ്പോൾ MV ഗോവിന്ദൻ പറയുന്നു അഴിമതിക്കെതിരായ പോരാട്ടത്തിന് അൻവറിന്റെ സ്റ്റാർട്ടപ്പിന്റെ ആവശ്യമില്ല എന്ന് കൃത്യമായി തള്ളി പറയുന്നു. ജലീലിന്റെ അൻവർ അല്പസമയം വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്, പോലീസിനെതിരായ പരാതികൾ തരാൻ ഞാൻ ഒരു വാട്സാപ്പ് നമ്പർ പുറത്തേക്ക് വിടുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ KT ജലീലിനെ ഏത് വിഷയത്തിൽ തള്ളി പറഞ്ഞോ ആ വിഷയത്തിൽ ഞാൻ മുന്നോട്ടേക്കതിനാണ് എന്ന് അൻവർ പറയുകയാണ്. ഇനി ശശിക്കെതിരെ പരാതി ഇല്ലാത്തതാണോ പ്രശ്നം? പരാതി എഴുതി നൽകാം എന്നും അൻവർ പറയുകയാണ്. അതിനെ കാണേണ്ടത് ഒരു മിനിറ്റ് അൻവറിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അല്ല, പരാതി ഞാൻ കൊടുക്കും. ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്താ പറഞ്ഞ പരാതി എഴുതി തന്നെ അന്വേഷിക്കുന്നല്ലോ പറഞ്ഞത്. ഞാൻ എഴുതി കൊടുക്കും. എന്ത് സമയം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കല്ലേ, അത് ഞാൻ എഴുതി കൊടുക്കും. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അത് MV ഗോവിന്ദനും അൻവറും തമ്മിലുള്ള ഒരു സെറ്റിംഗ്സായി കാണണോ, അതോ MV ഗോവിന്ദനെതിരെ വെല്ലുവിളി എന്ന ലൈനിൽ നിൽക്കുന്നതായിട്ട് കാണണോ? അല്ല, അൻവർ ഇപ്പോൾ പാർട്ടിയെ വെല്ലുവിളിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അൻവറിന് പാർട്ടിയുടെ തണൽ ഇപ്പോൾ ആവശ്യമാണ്. അദ്ദേഹത്തിന് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. പിന്നെ അദ്ദേഹത്തിന് പുറകിലുള്ള ആൾക്കാർ, ആ ആൾക്കാർക്കും പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇവരൊക്കെ ഇവരുടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ, അതായത് ഇപ്പോൾ ജലീലിന്റെ പോർട്ടലാണെങ്കിലും അൻവർ ഇത്രത്തോളം കാര്യങ്ങൾ ശേഖരിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു വലിയൊരു ഓൺലൈൻ ചാനൽ പോലെ ഒരു ഓഫീസ് അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിന്റെ രീതിയിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് പണം ഉള്ളത് കൊണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മറ്റൊരു ഓൺലൈൻ ചാനലിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞതും അതിന് കുറെ വാർത്തകൾ ശേഖരിക്കാനും കുറെ കാര്യങ്ങൾ ഇതുപോലെ ഫോൺ റെക്കോർഡുകളൊക്കെ ശേഖരിക്കാനും, അല്ലെങ്കിൽ അദ്ദേഹം ഫോൺ ചോർത്തി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പോഴും അദ്ദേഹത്തിന് ഫോൺ ചോർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ, അത് ഹോം സെക്രട്ടറിയാണ് അതിന് നിർദ്ദേശം കൊടുക്കേണ്ടത്, അതിന് മുകളിൽ ഇദ്ദേഹത്തിന് എങ്ങനെ പറ്റി, അതിനെക്കുറിച്ചൊന്നും ആരും ചോദിക്കുന്നുമില്ല. എനിക്കും അത് മനസ്സിലാകുന്നില്ല ആ കാര്യം. എന്തായാലും ഹാഷ്മി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിലും ഇവരുടേതായ രീതിയിൽ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവർക്ക് അവസാനം വരെ പാർട്ടിയുടെ തണലിൽ നിന്ന് തന്നെയായിരിക്കും അവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ശശിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. അത് അൻവറും ഗോവിന്ദൻ മാഷും തമ്മിലുള്ള ഒരു സെറ്റിൽമെന്റ് എന്നതിലപ്പുറം ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞതിൽ കയറിൽ പിടിക്കുകയാണ്. ആ ഇപ്പൊ ഗോവിന്ദൻ മാഷ്, നിങ്ങൾ ആദ്യം 4 പേര് കൂടി ഗോവിന്ദൻ മാഷിന്റെ വാർത്താ സമ്മേളനത്തെ വളരെ ഇഴകീറി പരിശോധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോവിന്ദൻ മാഷ് പണ്ട് EMS-നെ പോലെ ഓരോ വാക്കും അളന്നു തൂക്കി പറയുന്ന, അല്ലെങ്കിൽ ഈവൻ കോടിയേരി ബാലകൃഷ്ണനെ പോലെ വളരെ സംയമനം പാലിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്ന ഒരു സെക്രട്ടറി അല്ല. അദ്ദേഹത്തിന് ഇടയ്ക്കല്ല പലപ്പോഴും നാക്കുപിഴകൾ സംഭവിക്കാറുണ്ട്. ഇന്നും അദ്ദേഹം എപ്പോഴോ പറയുന്നുണ്ടായിരുന്നു, അത്തരം വർത്താനമൊന്നും ഇങ്ങോട്ട് വേണ്ട, പിണറായി ഒക്കെ പറയുന്നത് പോലെ അത്തരം വർത്താനമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗോവിന്ദന്റെ ആ ഒരു അവിടെ കയറി പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അൻവർ കയറി പിടിച്ചിരിക്കുകയാണ്. ഇത് ശശിയിലേക്കും ആത്യന്തികമായിട്ട് പിണറായിലേക്കും തന്നെയാണ് ഇത് ചെന്നെത്തുന്നത്. ഗോവിന്ദൻ ഇപ്പോൾ നിഷ്പക്ഷനായിട്ട് 2 പക്ഷത്തിനെയും നടുക്ക് നിൽക്കുകയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഗോവിന്ദനും ഒരു പക്ഷം പിടിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. ആനന്ദ് കൊച്ചുകൂടി ഒരു കാര്യം, അതായത് ഈ പ്രതിപക്ഷത്തിന്റെ
മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങളിൽ പല കാര്യങ്ങളിൽ ഒന്നാണ് അജിത് കുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് RSSുമായി ഒരു ബന്ധത്തിന് മുഖ്യമന്ത്രി ശ്രമിച്ചു എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഉന്നയിച്ച ആരോപണം. അവിടെ ഇപ്പോൾ ഈ ദത്താത്രേയ ഹൊസബല്ലയുമായി നടത്തിയ കൂടിക്കാഴ്ചയൊക്കെ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ MB ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഈ RSSുമായിട്ടുള്ള ഒരു പാരമ്പര്യ രാഷ്ട്രീയ വൈരം RSSുമായിട്ട് എങ്ങനെയാണെന്നും എങ്ങനെയാണ് BJP 2 ജില്ലകളെ ദത്തെടുത്ത് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചതും അതിനെങ്ങനെ പ്രതിരോധിച്ച് നിർത്തി എന്നുമൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം തൃശ്ശൂരിൽ, അതായത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് 86,000 വോട്ടുകൾ കോൺഗ്രസിന് കുറഞ്ഞു, 16,000 വോട്ടുകൾ CPMന് കൂടി, അപ്പോൾ ആരാരുമായിട്ടാണ് കൂട്ടുകെട്ടുണ്ടാക്കിയത്, എങ്ങനെ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP ബാന്ധവം ആർക്കാണ് എന്ന ആ പ്രശ്നത്തിന് ഗോവിന്ദമാഷ് ഒരു മറുപടി പറഞ്ഞത്. ഇത് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പാർട്ടിക്ക് നൽകാവുന്ന ഏറ്റവും ഉചിതമായ മറുപടിയാണെന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ അത് ഏറ്റവും ഉചിതമായ മറുപടിയാണെന്ന് കാണുന്നില്ല. എന്ന് മാത്രമല്ല, ശരിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാദം ശരിയാണ്. കോൺഗ്രസിന്റെ വോട്ടുകൾ കാര്യമായിട്ട് BJPയിലേക്ക് പോയതുകൊണ്ടാണ്. കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒല്ലൂരും തൃശ്ശൂരും ഒക്കെയുള്ള, അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയിലൊക്കെയുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കാര്യമായിട്ട് BJPയിലേക്ക് പോയിട്ടുണ്ട്. കച്ചവടക്കാരുടെയൊക്കെ തൃശ്ശൂർ പോയിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറം ഇന്നത്തെ ചോദ്യം അതിനേക്കാൾ കൂടുതൽ ഈ അജിത് കുമാർ ദത്താത്രേയ ഹോസ്ബാലയെ കണ്ട കാര്യത്തെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ദത്താത്രേയ ഹോസ്ബാലയെ കാണുന്നത് എന്തിനാണ്, മോഹൻ ഭഗവതിനെ കാണാൻ പാടില്ലേ? ദത്താത്രേയ ഹോസ്ബാല എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ചെറിയ ആളല്ല, ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഈ സംഘത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരാള്. ഈ മോഹൻ ഭഗവത് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫിഗർ ഹെഡാണ്. അപ്പോൾ അദ്ദേഹം കണ്ടാൽ എന്താണ് കുഴപ്പം എന്ന് പറയുമ്പോൾ, പാർട്ടിയെ അദ്ദേഹം രക്ഷിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ട് ഈ MR അജിത് കുമാർ ഹോസ്ബാലയെ കണ്ടാൽ എന്താണ് കുഴപ്പം എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയെ കൂടി പ്രശ്നത്തിലാക്കുന്നതാണ്. കാരണം ഈ അജിത് കുമാർ തന്നെ ഷാജ് കിരണെ ഇറക്കിക്കൊണ്ട് സ്വപ്ന സുരേഷിനോട് മുഖ്യമന്ത്രിയുടെ പേര് പറയരുത് എന്ന് പറഞ്ഞ് കളിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് ഈ ഷാജ് കിരൺ ഒക്കെ ഇന്ന് ചില മാധ്യമങ്ങളിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വപ്ന സുരേഷ് ഉൾപ്പെടെ ഇന്ന് ചില മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പാർട്ടിയെ സംരക്ഷിക്കുന്നു, പക്ഷേ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പോലീസിനെതിരെയുള്ള പരാതികൾ സ്വീകരിക്കാൻ ഒരു വാട്സാപ്പ് നമ്പർ അൻവർ പുറത്തുവിടുന്നു. പോലീസിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തമായി തന്നെ തുടരുന്നു. പരാതി എഴുതി നൽകണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നതെങ്കിൽ പരാതി എഴുതി നൽകും എന്ന ഉറപ്പ് കൂടി മാധ്യമങ്ങൾ PV പറയുന്നത്. ഇപ്പോൾ റജി ലൂക്കോസ്, അഡ്വക്കേറ്റ് സജൽ എന്നിവർ കൂടി ചെയ്യുന്നു. MSF നേതാവാണ് സജൽ. ഞാൻ റജി ലൂക്കോസിലേക്ക് പോകുന്നു. റജി ലൂക്കോസ്, ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ PV അൻവറിനെ പൂർണ്ണമായി പറയുകയാണെന്നൊരു പ്രതീതി ആദ്യഘട്ടത്തിൽ തോന്നി. പരാതി ഇല്ലല്ലോ എന്ന് ചോദിച്ചു. പരാതി എഴുതി നൽകാം എന്ന് പറയുകയാണ് അൻവർ. അപ്പോൾ ഇനി അന്വേഷിക്കാൻ പ്രശ്നമുണ്ടോ, പ്രയാസമുണ്ടോ? അല്ല, തീർച്ചയായിട്ടും MV ഗോവിന്ദ മാഷിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ പത്രസമ്മേളനത്തിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കാശ്മീർ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് PV അൻവർ P ശശിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എഴുതി തന്ന പരാതിയിൽ ശശിയെക്കുറിച്ച് അങ്ങനെ ഒരു പരാമർശമില്ല, ഒരു ആരോപണമില്ല, ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇത്ര മാധ്യമങ്ങൾ ഈ രീതിയിൽ കണ്ണിൽ എണ്ണ ഒഴിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ P ശശിയെക്കുറിച്ച് എന്തെങ്കിലും ചെറിയൊരു പൊടി ആരോപണം ഇത്ര നാളിനിടയ്ക്ക് ഈ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ആരോപണം പുറത്തുവിടാൻ സാധിച്ചിട്ടുണ്ടോ? അതേസമയം ബഹുമാനപ്പെട്ട അൻവർ എന്താ പറഞ്ഞത്, മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അല്ല ഇത് പറഞ്ഞു അതിലേക്ക് ഞാൻ വരുന്നത്, ഞാനത് അതിലേക്ക് തന്നെ പറയുന്നത്, അത് ഇടപെടേണ്ട കാര്യമില്ല. അതായത് അൻവർ എന്താ പറഞ്ഞത്, എനിക്ക് P ശശിയെ മാറ്റണമെന്നുള്ള ആവശ്യമില്ല, എൻ്റെ പരാതി എന്ന് പറയുന്നത് ADGPയെ കുറിച്ചും അതുപോലെ തന്നെ SP കുറിച്ചുമാണ് അദ്ദേഹം വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളും ലൈവായിട്ട് പറഞ്ഞതാണ് ആ കാര്യങ്ങൾ. P ശശി ശ്രദ്ധിക്കേണ്ടതായിരുന്നു, മുഖ്യമന്ത്രിയെ കൃത്യമായിട്ട് വിവരം അറിയിക്കേണ്ട, അതിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, യാതൊരു സംശയമില്ല. നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. പാർട്ടിയെ സംബന്ധിച്ചോളം, സർക്കാരിനെ സംബന്ധിച്ചോളം. ഇപ്പോൾ P ശശിയെക്കുറിച്ച് നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ CPMനെ സംബന്ധിച്ചോളം 1-2 മിനിറ്റ് മതി അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്നുണ്ടെങ്കിൽ. ആ അന്വേഷണം നടത്താനുള്ള ബാധ്യത പാർട്ടിക്ക് ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള തെളിവുകൾ പാർട്ടിയുടെ മുമ്പ് വരണം. പാർട്ടിയുടെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. EP ജയരാജനെ മാറ്റി ബഹുമാനപ്പെട്ട VP രാമകൃഷ്ണനെ LDF കൺവീനറാക്കിയതല്ലേ?
അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പാർട്ടിയെ സംബന്ധിച്ചുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതിരിക്കുന്ന യാതൊരു വിഷയമില്ല. ആരെ രക്ഷപ്പെടുത്താനാണ് പാർട്ടി ഇങ്ങനെയൊക്കെ മാറ്റി വെക്കുന്നത്? ആരെ രക്ഷപ്പെടുത്താനല്ല പാർട്ടി. അതെ ശ്രീ റെജി ലൂക്കോസ്, ഈ എഴുതി നൽകിയ പരാതിയിൽ പി ശശിയെ കുറിച്ചുള്ള പരാതി ഇല്ല, അതുകൊണ്ട് പാർട്ടി അന്വേഷിക്കില്ല എന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞു. ഇതാണല്ലോ താങ്കൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം പിന്നീട് ഒരു മാസത്തെ DGP-യുടെ അന്വേഷണ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ പി ശശിക്കെതിരെയും അന്വേഷിക്കും എന്ന് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പരാതി കൊടുത്തതിനകത്ത്, എഴുതി കൊടുത്തതിനകത്ത്, ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തതിനകത്ത് പി ശശിയെക്കുറിച്ച് ഒരു പരാമർശം പോലും അൻവർ പറഞ്ഞിട്ടില്ല. അൻവർ പത്രസമ്മേളനത്തിൽ പോലും അത് നിഷേധിച്ചിട്ടില്ല, അദ്ദേഹം അത് ഓൺ ചെയ്യാതെ. എന്നാൽ പരാതി ലഭിക്കുകയോ ഈ പറയുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും രീതിയിലുള്ള അന്വേഷണാത്മകമായിട്ടുള്ള റിപ്പോർട്ടുകൾ പാർട്ടിക്ക് ലഭിച്ചാൽ നടപടി സ്വീകരിക്കുന്നതിൽ ഒരു മടി ഈ പാർട്ടിക്കില്ല. അത് വളരെ വ്യക്തമായ കാര്യമല്ലേ? പക്ഷേ ശശിയെ പറ്റി പരാതിയുണ്ട്, ഈ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു ആ പരാതിയുണ്ട്, അതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പി ശശിയെ പറ്റിയുള്ള ചോദ്യങ്ങളോട് PV അൻവർ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ പരാതി ഇല്ലാഞ്ഞിട്ടല്ല, പരാതി എഴുതി കൊടുത്തില്ല എന്നേ ഉള്ളൂ. പരാതി MV ഗോവിന്ദ മാഷോട് പറഞ്ഞിരുന്നു, PV അൻവർ മുഖതാവിൽ പറഞ്ഞിട്ടുണ്ട്. പരാതി ഇല്ല എന്നതല്ല പ്രശ്നം, പരാതി ഉണ്ടത് അത് എഴുതി കൊടുത്തില്ല എന്നേ ഉള്ളൂ. റെജി ലൂക്കോസ്, ഇപ്പോൾ ഈ പറഞ്ഞ വാർത്താ സമ്മേളനങ്ങൾ മാത്രമല്ല, ഇപ്പൊ നമുക്ക് നൽകിയ ഇന്റർവ്യൂവിലടക്കം PV അൻവർ പറയുന്നത് ഈ MR അജിത് കുമാറിന്റെ ഈ പറയുന്ന അൻവർ പറയുന്ന ഇൻ കോട്സ് സകലവിധമായ മര്യാദകേടുകൾക്കും ഈ ഫോൺ ചോർത്തൽ, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ ഇക്കാര്യങ്ങളൊക്കെ PV അൻവർ പറയുന്നത് ഈ പി ശശിക്ക് നേരെ തന്നെയാണ്. അത് മനസ്സിലാക്കാത്തല്ലോ പാർട്ടി. അത് എഴുതി വേണം, രേഖാമൂലം വേണമെന്ന് വാശി പിടിക്കാവോ? അല്ല ഹാഷ്മി, അത് വളരെ സ്ട്രെയിറ്റ് ആണ് അതിനുള്ള മറുപടി. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൂടെ സഹിതം ഉള്ളവരുടെ, മുഖ്യമന്ത്രിയുടെ ആകാം അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളുടെ വരെ ഫോൺ ചോർത്തുന്നുണ്ട് എന്നൊരു പരാതി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റിന് മുമ്പിൽ എന്താണ്? ആ പരാതിയുടെ കൂടി അന്വേഷണാത്മകമായ രീതിയിലുള്ള റിപ്പോർട്ട് കിട്ടാനായിട്ട് സർക്കാർ കാത്തിരിക്കുമല്ലേ? ഒരൊറ്റ ദിവസം കൊണ്ട് മറുപടി പറയാൻ പറ്റുമോ? ഞാനൊരു ചോദിക്കട്ടെ, നിങ്ങളുടെ മാധ്യമങ്ങളുടെ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ രണ്ടാമത്തെ ദിവസം അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞില്ലേ? ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താ? സമൂഹത്തിൽ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച്, ചില പുഴുക്കുത്തുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അത് അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ കൊടുത്ത ബ്രേക്കിംഗ് എന്താ? ഞാനിത് കണ്ടോണ്ടിരിക്കുക സ്ട്രൈറ്റ് ആയിട്ട് തന്നെ മാധ്യമങ്ങളിലൂടെ. അല്ല, ഒരു സെക്കൻഡ് ശ്രീ റെജി ലൂക്കോസ്, ഈ പി ശശിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിൽക്കാം. അവിടെ വ്യത്യസ്തമായൊരു അഭിപ്രായം നേരത്തെ ഗോപാലകൃഷ്ണൻ പറയുകയുണ്ടായി. ഒരു പാർട്ടി നേതൃത്വം ആ പാർട്ടി നടത്തിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ഏത് ദിക്കിൽ നിന്ന് പരാതി വന്നാലും അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ഒരു പരിശോധന നടത്തേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്തം ഇല്ലേ എന്ന്. അത് ശ്രീ B ഗോപാലകൃഷ്ണന്റെ നിരീക്ഷണമാണ്. അതിനുള്ള മറുപടി. അല്ല, അത് അദ്ദേഹത്തിന്റെ നിരീക്ഷണം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചോളം വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനുള്ളിൽ നിന്ന് ആ പാർട്ടി എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ബഹുമാനോട് വേണുനോട് ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഇന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് നടക്കുക. പാർട്ടി സെക്രട്ടേറിയറ്റ് നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്ത് എഴുതി കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ടും PV അൻവർ പി ശശി ഒഴിച്ചുള്ള എല്ലാ ആരോപണങ്ങളും എഴുതി കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന എന്താണെന്നുകൂടെ പറയണം. അത് അൻവർ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന്റെ കോപ്പിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് മുഖ്യമന്ത്രി ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇപ്പോ CPM സഹയാത്രികനാണല്ലോ റെജി ലൂക്കോസ്, അദ്ദേഹം കേൾക്കെന്ന് പറയൂ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗോവിന്ദൻ മാഷ് പരാതി വേണം, പരാതി ഉണ്ടെങ്കിലേ അന്വേഷിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ PV അൻവർ പരാതി കൊടുക്കാൻ തയ്യാറാവുന്നു. ഇത് തമ്മിലൊരു കോറിലേഷനുണ്ട്. ഇത് തമ്മിൽ വളരെ പ്രകടമായി മലയാള ഭാഷ അറിയുന്നവർക്കും. അല്ലല്ല, നേരത്തെ എന്ന് പറഞ്ഞത്, അതായത് ഈ പരാതി കൊടുക്കുമെന്ന് അൻവർ പറയുന്നതിന് മുൻപ് അങ്ങെടുത്തൊരു നിലപാടുണ്ടല്ലോ. ഈ കാര്യത്തിൽ MV ഗോവിന്ദൻ എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി എന്ന നിലയിൽ എടുക്കേണ്ടിയിരുന്ന സമീപനമെന്ന്? അതെന്താണ്? അല്ല, വളരെ കൃത്യമല്ലേ? ഒരു സമൂഹത്തിൻ്റെ നന്മയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം. സമൂഹം പ്രതീക്ഷിക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇപ്പം തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ട്രക്ചർ അതാണെന്ന്. അപ്പോൾ സമൂഹത്തെ മാറ്റി പാർട്ടിയുടെ സ്ട്രക്ചറിലേക്കാണോ സെക്രട്ടറി വരുന്നത്? സമൂഹത്തിൻ്റെ നന്മയാണ് ഒരു പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഭരണം നടത്തുന്ന ഒരു പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ, സ്വാഭാവികമായും ആ ഭരണം
പിഴച്ചു പോകുന്നുണ്ടെങ്കിൽ, ഭരണത്തിൽ ദുഷിപ്പുണ്ടാവുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടത്, ഭരണത്തെ നേർവഴിക്ക് നയിക്കേണ്ടത്, ദുഷിപ്പ് മാറ്റേണ്ടത് ഒരു ശരി പാർട്ടിയുടെ ശരി ശ്രീ കടമയാണ്. റെജി ലൂക്കോസ്, ഇപ്പൊ ഈ ചുരുക്കത്തിൽ ശ്രീ ഗോപാലകൃഷ്ണൻ correct പറഞ്ഞതിൽ നിന്ന് ചെയ്യേണ്ട ചുമതല അതിന്റെ പാർട്ടി വ്യംഗ്യം വ്യക്തമല്ലേ സെക്രട്ടറി താങ്കൾക്ക്? ഡിപ്പാർട്ട്മെന്റാണ്. അതായത് ഇത് പാർട്ടി സ്ട്രക്ചറിനകത്ത് നിന്ന് മാത്രം പരിശോധിക്കേണ്ട ഒരു സംഘടനാപരമായ വിഷയമല്ല. അല്ല, ഒരു സെക്കൻഡ്. ശശി കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് പോലീസുമായി കൂടി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ പോലീസുമായി ബന്ധപ്പെട്ടൊരു വിഷയം എന്ന് പറയുമ്പോൾ CPM-ന് പുറത്ത് പൊതുസമൂഹവുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത്രയും വിപുലമായ തലമുള്ള ഒരു കാര്യത്തിൽ ഏത് കോണിൽ നിന്നൊരു പരാതി വന്നാലും അത് ബന്ധപ്പെട്ട പാർട്ടി സംവിധാനം പരിശോധിക്കേണ്ടത് തന്നെയാണ്. അല്ല വേണു, രണ്ട് മറുപടി ഉണ്ട്. ഒരു മിനിറ്റ് സമയം തരണം. അതായത് ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടാമത് പറഞ്ഞു. ആദ്യത്തെ ഞാൻ കേട്ടില്ലെങ്കിലും അങ്ങയുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിനോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. അതായത് അവരുടെ ആദ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത MP കേന്ദ്ര സഹമന്ത്രിയെ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തള്ളി പറഞ്ഞിരിക്കുന്നു. ഇവിടെ അഭിപ്രായം പറയാൻ ഞാനുണ്ട്, സംസ്ഥാന പ്രസിഡന്റ്, കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ടത് വെല്ലുവിളിച്ച് മറുപടി പറഞ്ഞൊരു ചരിത്രം കഴിഞ്ഞ് 10 ദിവസം മുമ്പ് ഉണ്ടായില്ല കേരളത്തിൽ. അവരെ അത് വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വക്കീൽ ആ കാര്യങ്ങൾ പറഞ്ഞത്. അതേസമയം CPM-നെ സംബന്ധിച്ചോളം അതല്ല. CPM-നെ സംബന്ധിച്ചോളം ഒരു പരാതി കിട്ടിയാൽ, ഞാൻ നേരത്തെ പൂർത്തീകരിക്കാൻ സമയം തരൂ. പാർട്ടി സെക്രട്ടേറിയറ്റ് നടക്കുക. പാർട്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആ കോപ്പി, അദ്ദേഹത്തിൻ്റെ കോപ്പി, PV അൻവറിനെ സംബന്ധിച്ച് കോപ്പി ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അത് ആ സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചു. അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടാവുന്നുള്ള ഉറപ്പാണ് ആ സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ചടുലമായ രീതിയിലുള്ളൊരു മൂവ്മെന്റ് ഉണ്ടായി. കൃത്യമായ മറുപടി അദ്ദേഹത്തിന് പറഞ്ഞു. അതല്ലാതെ ഉണ്ട് അന്തരീക്ഷത്തിലുള്ള മറുപടി പറയാനായിട്ടിരിക്കുന്ന ആളല്ലോ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2021 മുമ്പ് ഈ പാർട്ടിയെ കുറിച്ച്, ഗവൺമെന്റിനെ കുറിച്ച് അന്തരീക്ഷത്തിൽ പറഞ്ഞത് അല്ല, അന്തരീക്ഷത്തിൽ പറഞ്ഞത് ഇന്നിപ്പോ MV ഗോവിന്ദൻ പറഞ്ഞ എപ്പോഴും പറയാറുണ്ട് വലതുപക്ഷ മാധ്യമങ്ങളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി വിരുദ്ധരല്ല, അല്ലെങ്കിൽ നേരത്തെ അന്ന് മുഖ്യമന്ത്രി പറയുന്നത് പോലെ വികസന വിരുദ്ധ വിദ്രോഹ സഖ്യമൊന്നും അല്ല. സാറേ, LDF-ന്റെ കൂട്ടത്തിലുള്ള ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും കരുത്തനായ വക്താവ് എന്ന് പുറത്തറിയപ്പെടുന്ന ഭരണപക്ഷ MLA PV അൻവർ പറയുന്നതാണ്. അത് അന്തരീക്ഷത്തിൽ വായുവിലുള്ള എന്തോ കാര്യമാണോ? തീർച്ചയായിട്ടും അദ്ദേഹം എഴുതി കൊടുക്കണ്ടേ? അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പരാതി കൊടുത്തത് എന്തിനു പരാതി കൊടുത്തു? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ആ പരാതിയിൽ പ്രീമാ ഫേസിൽ തന്നെ അന്വേഷിച്ചപ്പോൾ അതിൽ വസ്തുത ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അല്ലല്ല ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി അത് പരിശോധിക്കുന്നതിന്റെ താല്പര്യം എന്താണ്? സർക്കാരുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ പരാതി ഉയർന്നു എന്നതുകൊണ്ടാണ്. സർക്കാരുമായി ബന്ധപ്പെട്ടത് എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങളുമായി ബന്ധപ്പെട്ടത് എന്നാണ്. ജനങ്ങളുമായി ബന്ധമുള്ള ഏക സംവിധാനം സർക്കാർ മാത്രമല്ല, പാർട്ടിയും ജനകീയ ബന്ധത്തിലൂടെ മാത്രം നിൽക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയം പരിശോധിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചാൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയും ആ വിഷയം പരിശോധിക്കണം. തീർച്ചയായിട്ടും അതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ പാർട്ടി അത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് രേഖാമൂലം എഴുതി കൊടുത്ത ഇന്ന കംപ്ലൈന്റുകളുണ്ട്, P ശശിക്കെതിരെ ഈ രീതിയിലുള്ള കംപ്ലൈന്റുകൾ ഞാൻ ആരോപിക്കുന്നു എന്ന് തെളിവ് സഹിതം അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു സംശയം വിചാരിക്കേണ്ട. അല്ല ശ്രീ റെജി ലൂക്കോസ്, അത് സാങ്കേതികമല്ലേ? താങ്കൾ പറയുന്നത് സാങ്കേതികമല്ലേ? കാരണം PV അൻവർ നടത്തിയ 2-3 വാർത്താ സമ്മേളനത്തിൽ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിയമനമായ P ശശി, ആ നിയമനത്തിന് ശേഷം P ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ ഇടപെടൽ, MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ശശിയുടെ റോൾ എന്താണ്, എങ്ങനെയാണ് ശശി ഇവരെ സംരക്ഷിക്കുന്നത് എന്ന് മാധ്യമങ്ങളോട്, എന്ന് വെച്ചാൽ ജനങ്ങളോട് ഈ PV അൻവർ ഇടത് MLA പറഞ്ഞതല്ലേ? അപ്പോൾ അത് കേൾക്കാതിരുന്നിട്ടുള്ള ആളല്ലല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ രേഖാമൂലം പരാതി വേണമെന്ന് പറയുന്നത് തികച്ചും സാങ്കേതികമല്ലേ? അവിടെ അത് പരാതി കിട്ടുന്നതിന് മുമ്പ് അതിന്റെ എന്ത് വിവരമുണ്ട് എന്ന് അങ്ങോട്ട് ചോദിക്കുകയല്ലേ, PV അൻവറിനോട് ചോദിക്കുകയല്ലേ പാർട്ടി സെക്രട്ടറി ചെയ്യേണ്ടിയിരുന്നത്? എന്ന് പറയുന്ന ഒരു വാർത്താ സമ്മേളനം എല്ലാം ഒന്നും കണ്ടില്ല, എന്താ കുറച്ച് ഭാഗം കണ്ടുള്ളൂ. അങ്ങനെയാണോ? വാർത്താ സമ്മേളനം കണ്ടാലും കണ്ടില്ലെങ്കിലും ഈ PV അൻവർ എന്ന് പറയുന്ന നിലമ്പൂരെ MLA പറയുന്ന കാര്യം P ശശിക്കെതിരെയാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളല്ലോ പാർട്ടി സെക്രട്ടറി. അല്ല വിജയകുമാറെ, ആഷ്മി, ഞാനതിന് മറുപടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയാം. PV അൻവർ എന്ന് പറയുന്ന ഇപ്പൊ നിങ്ങളെല്ലാം ആഘോഷിക്കുന്ന CPM-ന് സഹയാത്രികനായ MLA, എനിക്കും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യം ഞാൻ തുറന്നൊക്കെ പറയാം. അദ്ദേഹത്തിന് നിങ്ങൾ കഴിഞ്ഞ 6-7 മാസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധനായിട്ടും കേരളത്തിലെ ജനങ്ങളിലെ ഏറ്റവും വലിയ ജനവിരുദ്ധനായിട്ടും ഉള്ള ഒരു MLA ആയിട്ട് നിങ്ങൾ ആഘോഷിച്ചവരാ. സ്ഥലത്ത് അതേ നിൽക്കൂ അല്ല നിൽക്കൂ, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിരിക്കട്ടെ, എന്നെ കൂടെ പറഞ്ഞു പൂർത്തിരിക്കേ. ആ MLA കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത് ഇവിടുത്തെ കുറെ ബുദ്ധിജീവികൾ അങ്ങോട്ടൊരു ബസ്സേ പോയി കക്കാടംപോയിലെ ജനങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ മാന്യത ഉള്ളതുകൊണ്ട് നിങ്ങളോട് മാന്യമായിട്ട് സംസാരിക്കുന്നു, നിങ്ങൾ തിരിച്ചു പോകണം, ഞങ്ങൾക്ക് ഇവിടെ അവിടെ ഒരു പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞോളല്ലേ, കക്കാടംപോയിലെ ജനം ഒന്നും പറഞ്ഞില്ല, അവിടുത്തെ കുറെ ഗുണ്ടകൾ പറഞ്ഞു. ആരൊക്കെയാ പോയത്?
അല്ലല്ല ശ്രീജു ലൂക്കോസ് അവിടെ വളരെ അങ്ങോട്ടേക്ക് പോയ വിചിത്രമാണ്. ആരൊക്കെയാ? കാരശ്ശേരി മാഷടക്കാ പോയത്, എം എൻ കാരശ്ശേരി പോയത്. എം എൻ കാരശ്ശേരി മാഷടക്കം അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടുത്തെ ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നു. അതല്ല ജനങ്ങളങ്ങ് പറഞ്ഞു വിട്ടു. എന്താ അയ്യേ, അതിനിടയ്ക്കൂടെ തിരികേറ്റല്ലേ? അത് വേറെ കാര്യം, അത് വേറെ കാര്യം, അത് വേറെ കാര്യമാണ്, കോടതിയിലോട്ട വിഷയമാണ്. അത് വേറെ കാര്യമാണ്. അല്ല അതിനിടയ്ക്കൂടെ വെളുപ്പിക്കല്ലേ? അല്ലല്ലല്ല, അത് പൂർത്തീകരിച്ചിട്ട് എനിക്ക് എന്നെ ഒഴിവാക്കാവുള്ളൂ. ആദ്യത്തെ ചോദ്യത്തിൽ നിന്നും ഞാൻ പറയട്ടെ, നിങ്ങൾ ഗുണ്ടകളെന്ന് വിളിക്കുന്നു. നിങ്ങളിപ്പോ ഗുണ്ടകളെന്ന് വിളിച്ച കക്കാടം പോയില്ലേ ജനങ്ങളെയാ. ആ വിഷയത്തിൽ നിരന്തരം ഞാനും അവിടെ അന്വേഷിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ആ മനുഷ്യനോടല്ല നിൽക്കെ ആര് തെല്ലാൻ പോയതാ നിങ്ങൾ ഈ പറയുന്നത്? അസംബന്ധം പറയുന്നത്. നിങ്ങളെ പോലുള്ള മാധ്യമങ്ങള് വളച്ചുകൂട്ടി അദ്ദേഹത്തിന് ആക്രമിക്കാൻ നടത്തിയ നാടകമായിരുന്നു. കക്കാടം പോയി നാളെ നിങ്ങളുടെ റിപ്പോർട്ടറെ വിട്ടു നോക്കിയേ. കക്കാടം പോയി ജനങ്ങൾ ആ സംരംഭത്തെ കുറിച്ച് എന്താ പറയണമെന്ന് അറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എനിക്ക് പറയാനാണ് ഒരുപാട് കാര്യങ്ങൾ ചർച്ച പറയാറുണ്ട്. അപ്പൊ അതിലേക്കൊന്നും പോകണ്ട. മാധ്യമപ്രവർത്തകരെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ ക്ഷണിച്ചു. നിങ്ങൾ എല്ലാവരും വരൂ. ഒറ്റ മാധ്യമപ്രവർത്തനം പോയില്ല. കോടതിയിൽ വിശദീകരിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ കാര്യം താങ്കൾ പറഞ്ഞാൽ മതി. പി ശശിക്കെതിരെ അന്വേഷണം വേണ്ട എന്നതിന് താങ്കൾക്കുള്ള ന്യായം എന്താണ്? അത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. പി ശശിക്കെതിരെ അന്വേഷണം വേണ്ട എന്നതിന് താങ്കൾക്കുള്ള ഒരു ന്യായം എന്താണ്? പാർട്ടിക്കുള്ള ഒരു ന്യായം എന്താണ്? അതൊന്ന് പറയാമോ? അത് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. അല്ല, ഗോപികൃഷ്ണ അന്വേഷണം വേണ്ട എന്നൊരു വാക്ക് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞിട്ട് ഗോപികൃഷ്ണൻ ആ ബൈറ്റിലൊന്ന് കാണിക്കാവോ? ഒന്ന് ആ ബൈറ്റ് മാത്രം, അദ്ദേഹത്തിന്റെ നീണ്ട മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞെന്താ നിങ്ങളുടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞില്ല. പിന്നെ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞ ഗോപികൃഷ്ണനെ പോലെ ഒരാളെന്നോട് ചോദിക്കുന്നത് അല്ല, താങ്കൾ ഇവിടെ ന്യായീകരിക്കുകയാണല്ലോ. പാർട്ടിയുടെ മുന്നിൽ പരാതി വന്നില്ല, അതുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് താങ്കൾ ന്യായീകരിക്കുകയാണല്ലോ. അതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചത്. എന്ത് ന്യായമാണുള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഗോപികൃഷ്ണ പ്രിയപ്പെട്ട ഗോപികൃഷ്ണ, എനിക്ക് ഈ പാർട്ടിയെ കുറിച്ച് നന്നായിട്ട് അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാണ്ട് ചുമ്മാ എവിടെയെങ്കിലും മാറി നിന്ന് സഹയാത്രികനായിട്ട് പറയുന്ന ഒരാളൊന്നുമല്ല റെജി ലൂക്കോസ്. അത് ഞങ്ങളുടെ പാർട്ടിക്ക് കൃത്യമായ ഒരു അടിത്തറയുണ്ട്. അത് കർശനമായ രീതിയിൽ ആ പാർട്ടി പാലിക്കും. അതിന് വ്യക്തമായ മറുപടി പറയും. കൃത്യമായ രീതിയിലുള്ള പരാതി വന്നാലും ഗോപികൃഷ്ണന് പരാതി കൊടുത്താലും പാർട്ടി സെക്രട്ടറിയെ കൊടുത്താൽ അല്ലെങ്കിൽ ആ തലങ്ങളിൽ കൊടുത്താൽ ഈ പാർട്ടി ചർച്ച ചെയ്യും. ഈ പാർട്ടിയെ പറ്റി താങ്കൾക്ക് അറിയാവുന്നത് പോലെ തന്നെ വ്യക്തമായി അറിയാവുന്ന PV അൻവറാണ് ഈ പരാതി അല്ലാതെ തന്നെ തിരുത്താവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നിട്ടും CMന്റെ ഓഫീസിൽ നിന്ന ഫോൺ കോളുകളും പാർട്ടി ഓഫീസിൽ നിന്ന ഫോൺ കോളുകളും അറ്റൻഡ് ചെയ്യാതെ പൊതുസമൂഹത്തിലേക്ക് മാധ്യമങ്ങളിലൂടെ എത്തിച്ച് ഇതൊരു വിവാദമായത്. അതിന് പിന്നിൽ ആരുടെ താല്പര്യം എന്ന ചോദ്യം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് ജനങ്ങളോട് പരസ്യമായിട്ട് അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് അദ്ദേഹം അത് അറിയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം മറുപടി ഞാൻ എന്താ പറയണ്ടത്? അത് PV അൻവറിന്റെ നിലപാടാ. നിങ്ങൾക്ക് അത് അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം. എന്താണ് ആ ചോദ്യം വരുമ്പോൾ ഇത് പരസ്യമായി ഇത് പൊതുജനവും പാർട്ടി സഖാക്കളും ഒക്കെ കേൾക്കേണ്ട കാര്യമായതുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം ഔദ്യോഗിക വഴിയിലേക്ക് പോയെന്ന് PV അൻവർ പറഞ്ഞതാണ്. തിരികെ വെച്ചത് എന്തായാലും ആ പരാതി എഴുതി നൽകുക ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് PV അൻവർ കൃത്യമായി തന്നെ മറുപടി നൽകുകയാണ്. പരാതി മുന്നോട്ടേക്ക് പോകുന്നു. വാട്സാപ്പ് നമ്പർ അടക്കം പോരാട്ടം മുന്നോട്ടേക്ക് തന്നെയാണ് എന്ന് വളരെ പ്രത്യക്ഷമായി തന്നെ പറയുകയായിരുന്നു PV അൻവർ. അഡ്വക്കേറ്റ് സജൽ കുടിച്ചിരുന്നു, MSF നേതാവാണ്. ശ്രീ സജൽ, അവിടെ യൂത്ത് ലീഗ് PV അൻവറിന് കഴുത്തൊക്കെ അയച്ചു കൊടുക്കുന്നു. PV അൻവർ യൂത്ത് ലീഗിന് ഒരു കൊട്ട നാരങ്ങ അയക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു. എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനെതിരെ പരോക്ഷമായി സർക്കാരിനെതിരെ പോരാട്ടം നയിക്കുകയാണ് എന്നറിയുമ്പോൾ തന്നെ ലീഗിനെതിരെയും യൂത്ത് കോൺഗ്രസിനെതിരെയും ഒക്കെ രാഷ്ട്രീയ വിമർശനം നിർത്തുന്നുമില്ല PV അൻവർ. ശ്രീ ഹാഷ്മി, PV അൻവർ ഇപ്പോൾ കേരളത്തിൻ്റെ സമൂഹത്തോട് മാധ്യമങ്ങളോട് ഉന്നയിച്ചിരിക്കുന്ന വിഷയം ആദ്യമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിലെ പോലീസിങ്ങിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടന്ന 2023 ഓഗസ്റ്റ് മാസത്തിൽ അന്ന് ഈ പറയുന്ന ഇപ്പോൾ നിലവിൽ ആരോപണ വിധേയരായ അജിത് കുമാറും അതുപോലെ തന്നെ സുജിത് ബി ദാസുമെല്ലാം അവിടെ പോലീസ് മേധാവിയായി ഇരിക്കുന്ന കാലഘട്ടമാണ്. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഞങ്ങൾ അന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇന്ന് അൻവർ പറഞ്ഞപ്പോൾ നേരത്തെ ഹാഷിമി സൂചിപ്പിച്ചതുപോലെ ഭരണപക്ഷത്തുള്ള ഒരു MLA വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് വലിയൊരു പ്രാധാന്യം കിട്ടിയെന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഇന്നത്തെ അൻവറിൻ്റെ അവസാനത്തെ ആ പത്രസമ്മേളനത്തിൽ അവസാനത്തെ ഒരു വാക്കുണ്ട്, ഞാൻ ഇതൊന്നും പൊതുസമൂഹത്തോട് പറയാതെ നേരെ ഒരു വെള്ളപ്പേപ്പറിൽ പരാതിയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കയ്യിൽ കൊടുത്താൽ അത് പുറം ലോകം കാണില്ല, മുഖ്യമന്ത്രിയും കാണില്ല, അതല്ലെങ്കിൽ അതൊരു ആക്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന കൊടുങ്കാര്യസ്ഥതകൾ എത്ര കണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അൻവർ ഉന്നയിച്ച ഏത് തരത്തിലുള്ള വിഷയമാണ്?
ഇന്ന് ഗോവിന്ദ മാഷോട് പറഞ്ഞു പി ശശിക്കെതിരെ പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അൻവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാധ്യമങ്ങളോട് പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാ? കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGPയും അദ്ദേഹത്തിൻ്റെ കീഴിലെ ഒരു ഉദ്യോഗസ്ഥൻ സുജിത് പി ദാസ് കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുമുതായികളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം വരെയാണ് അൻവർ ഇന്ന് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പോലീസിങ്ങിലെ ഈ വിഷയത്തെക്കുറിച്ച് അല്ല സജൽ, നിങ്ങൾ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞതെന്ന് പറയും. ഇപ്പോൾ മലപ്പുറത്ത് സുജിത് ദാസ് വന്നതിന് ശേഷം ഏതാണ്ട് ശരാശരി 12,000 പരാതി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ വർഷങ്ങളിലും 22,000 23,000 പോലെ റോക്കറ്റ് പോലെ കുത്തനെ ഉയരുന്നു, അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ കേസുകളാണ് എന്നൊക്കെ പരാതി നിങ്ങൾ ആദ്യം ഉന്നയിക്കുമ്പോൾ അതിനെ ഒരു ഭരണപക്ഷ MLA ഇപ്പോൾ ശരിവെക്കുമ്പോൾ നിങ്ങൾ പൂർവാധികം ശക്തിയോടെ സമരരംഗത്തേക്ക് ഇറങ്ങണ്ടേ, തെരുവുകളിൽ നിറയണ്ടേ? എന്തേ ഉണ്ടാവുന്നില്ല സജൽ? എന്താണ് മടി? ഹാഷിമി, 350% വർധനവാണ് സുജിത് പി ദാസിൻ്റെ കാലസമയത്ത് അവിടുത്തെ ക്രൈം റെക്കോർഡ്സിൽ ഉണ്ടായ മാറ്റം. ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ് ഹാഷിമി. ഒരു കേസ് നടക്കുമ്പോൾ ഒന്നിലധികം പ്രതികളുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു FIR മാത്രമാണ് പോലീസ് ചാർത്താറുള്ളത്. എന്നാൽ സുജിത് ദാസ് IPSന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവി ആയിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കണം, നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കുന്നുണ്ട്, ഓരോ റൺസിൽ ഒരു കേസ് എടുത്താൽ അതിലൊന്നിലധികം പ്രതികളുണ്ടെങ്കിൽ ആ ഓരോ പ്രതികളുടെയും പേരിൽ ഓരോ നമ്പർ ഇട്ട് FIR ഇടുന്ന ഒരു വിചിത്രമായ രീതി സുജിത്തിന്റെ ചോദ്യം അതല്ല. അതായത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഈ സർക്കാരിനെതിരെ തെരുവിലിറങ്ങുക എന്നത് കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ? കോൺഗ്രസിനേക്കാൾ കൂടുതൽ യൂത്ത് ലീഗിന് ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ ലീഗിന് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ചോദ്യം അതായത് എന്തുകൊണ്ട് ആ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തം ലീഗ് കാണിക്കുന്നില്ല? അൻവർ ഈ സുജിത്ത് മലപ്പുറത്തോട് എന്ത് കാട്ടി അൻവർ ഇപ്പൊ പറയുന്നോ അത് നിങ്ങൾ നേരത്തെ പലയാവർത്തി പറഞ്ഞാണെന്നേ. അപ്പൊ അതിനൊരു ഒഫീഷ്യൽ വർഷം കിട്ടുമ്പോൾ അത് ഭരണപക്ഷ MLA ശരിവെക്കുമ്പോൾ നിങ്ങളല്ലേ ഇറങ്ങേണ്ടത്? നിങ്ങൾ ഇറങ്ങുന്നില്ല തെരുവിൽ എന്നതാണ് അതിലെ പ്രശ്നം. വിജയകുമാറും ഹാഷ്മിയും ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ വരുന്നത്, ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ആരാണ് സുജിത് ദാസ് IPSനെ ഈ ആദ്യത്തെ നടപടി എടുക്കാനുണ്ടായ കാരണക്കാരാണ്? മുസ്ലിം ലീഗ് അല്ലേ, മുസ്ലിം യൂത്ത് ലീഗ് അല്ലേ? അന്ന് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഈ പറയുന്ന സുജിത് ദാസ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അങ്കിൾ എന്താണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ക്രൈം റെക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ നടന്ന രൂക്ഷമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് സുജിത് ദാസിനെ ഹൈദരാബാദിലേക്ക് കോൺഗ്രസിന്റെ മാത്രം മുദ്രാവാക്യമാണോ, ലീഗിന്റേതല്ലേ? അതാണ് ചോദ്യം. മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുദ്രാവാക്യമാണ്, പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യമല്ല. പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം MSFന് സമരം ചെയ്യാൻ അറിയാത്തവരല്ല സജൽ, MSFന് സമരം ചെയ്യാൻ അറിയാത്തവരല്ല, യൂത്ത് ലീഗിന് സമരം ചെയ്യാൻ അറിയാത്തവരല്ല. ഇപ്പം MSFന് സമരം കഴിഞ്ഞ +2 സമരത്തൊക്കെ ഉജ്ജ്വലമായ സമരങ്ങൾ കണ്ടതാണ് മലപ്പുറം. യൂത്ത് ലീഗിന് സമരം ചെയ്യാൻ അറിയാത്തവർ, സെക്രട്ടേറിയറ്റിലടക്കം പല വിഷയങ്ങൾ സമരം കണ്ടതാണ്. ലീഗിന് സമരം ചെയ്യാൻ അറിയാത്തവരല്ല. ഈ വിഷയത്തിൽ എന്താണ് തെരുവിലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്കൊരു ഒരു പിടുത്തം എന്താണ് സജൽ? ഹാഷിമി, ഒരു പിടുത്തവുമില്ല. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും നാളെ യൂത്ത് ലീഗിന്റെ മാർച്ചുണ്ട്. പോലീസിന്റെ കേരളത്തിലെ മാഫിയ കൂട്ടുകെട്ടിനെതിരെ, പോലീസിന്റെ മാഫിയവൽക്കരണത്തിനെതിരെ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും നാളെ യൂത്ത് ലീഗിന്റെ മാർച്ചാണ്. ഇന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്ത് പറഞ്ഞല്ലോ, കേരളത്തിലെ നിയമവാഴ്ച തകർന്നിരിക്കുന്നു. സലാം സാഹിബ് പറഞ്ഞല്ലോ, കേരളത്തിലെ എല്ലാ പോലീസുകാരും ഇത്തരത്തിൽ മോശക്കാരല്ല, എന്നാൽ പോലീസിലും പുഴുക്കത്തുകളുണ്ട്, അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. അല്ല സജൽ, അത് നിങ്ങൾ ആദ്യമേ പറയുന്നതല്ല, അത് പ്രതിപക്ഷം ആദ്യമേ പറയുന്നതല്ല. ഇവിടെ ഉണ്ടാകുന്ന അസാധാരണ സാഹചര്യം എന്താണ്? അതൊരു ഭരണപക്ഷ MLA വന്നു നിന്ന് പ്രതിപക്ഷം പറയുന്നതിനേക്കാൾ അതിഭീകരമായി ഇയാൾ ഈ പറയുന്ന നമ്മുടെ ക്രമസമാധാനം നോക്കാൻ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന പോലീസിലെ 2ാം നമ്പർ ആയ MR അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിം ഫോർമാറ്റിൽ പ്രവർത്തിക്കുന്നു. ഇയാൾക്ക് സ്വർണ്ണക്കടത്തുണ്ട്, ഇയാൾ കൊല്ലലും കൊലപാതകവും ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്, ഇയാൾ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു 10 മടങ്ങ് ശക്തിയിൽ പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് തെരുവിലേക്ക് ഇതിനോടകം നിങ്ങളെ കാണാനില്ല എന്നാണ് ആത്യന്തികമായ ചോദ്യം സജൽ. നിങ്ങൾ അന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹാഷിമി, അത്ര കണ്ട് ആധികാരികമായി ഞങ്ങളെ കാണാനില്ല എന്ന് പറയുന്നത് അത് ശരിയല്ല ഹാഷിമി. കാരണം ഞാൻ പറഞ്ഞല്ലോ, നാളെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് നടക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ മാർച്ച് നടക്കുക. പിന്നെ ഈ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നതാരാ? ആരാണ് സുജിത് ദാസിനെതിരെ നടപടിയെടുക്കാനുള്ള ആദ്യ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത്? അത് മുസ്ലിം ലീഗ് അല്ലേ? മലപ്പുറം ജില്ലയിലല്ലേ ഈ വിഷയമുണ്ടായത്? ആ മുസ്ലിം ലീഗിന്റെ ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടല്ലേ സുജിത് ദാസിനെ മലപ്പുറത്തിന്റെ ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് മാറ്റിയത്? അതെന്താ ഹാഷിമി കാണാതെ പോകുന്നത്? പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലേ ഹാഷിമി, ഇവിടെ പ്രതിപക്ഷത്തിന്റെ റോളിനപ്പുറത്തേക്ക് കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് ഇതിനകത്തൊരു വ്യക്തമായ റോളില്ലേ?
കേരളത്തിന്റെ CPM-ന് അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്നും ADGP അജിത് കുമാർ ആ പദവിയിലില്ലേ? ഇവരെല്ലാം നിയന്ത്രിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പോലീസിനും മുഖ്യമന്ത്രിക്കും ഇടയിലുള്ള ഒരാളെന്ന് പറയുന്നത് P ശശിയല്ലേ? ശരി, ചോദ്യം തന്നെയാണ് അത്. അതിന് മറുപടി ഇന്നിപ്പോ വാർത്താ സമ്മേളനം പാർട്ടി സെക്രട്ടറി നടത്തിയിട്ടും കിട്ടിയില്ല എന്നത് വസ്തുതയാണ്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഇവിടെ ഈ ദത്താത്രേയ ഹൊസബള്ളയെ കണ്ടു ഇപ്പൊ ADGP, നിങ്ങൾ ഒരുമിച്ച് പൂരം കലക്കാൻ അവിടെ തീരുമാനമെടുത്തത് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് എന്നതൊരു വലിയ രാഷ്ട്രീയ വിമർശനമായി BJPക്ക് മേൽ നിൽക്കുന്നു. അതിന് എന്താണ് വളരെ അതിൽ BJP നേതൃത്വത്തിന്റെ ഏതാണ്ട് ഏറെക്കുറെ ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റിന്റെ 1-2 ദിവസത്തെ പ്രതികരണം, അത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നടത്തിയ പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്താണ് അക്കാര്യത്തിൽ BJPക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടോ എന്ന് ആളുകൾക്ക് തോന്നിയ കുറ്റം പറയാൻ കഴിയില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഈ മുകേഷിനെതിരെയൊക്കെ വലിയ ആരോപണം വന്നപ്പോൾ മുകേഷിന്റെ വീട്ടിലേക്ക് തുടർച്ചയായി 2 ദിവസം BJP മാർച്ച് നടത്തിയതാണ്, യുവമോർച്ച മാർച്ച് നടത്തിയത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് BJPയുടെ മാർച്ച് കണ്ടില്ല, അല്ലെങ്കിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് യുവമോർച്ചയുടെ മാർച്ച് കണ്ടില്ല. എവിടെയാണ് BJP? അജിത് കുമാറും BJPയും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിന് മറുപടി വരുന്നില്ല. എന്താണ് BJPക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഒരു ബുദ്ധിമുട്ട്? എന്താണ് ഈ ബന്ധം എന്നതപ്പോൾ ആരോപണമല്ല, അതിലെന്തോ വസ്തുതയുണ്ടോ? അല്ല, അപ്പം എനിക്കൊരല്പസമയം തരാം, ഞാനത് 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാൻ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ചോദിച്ച ചോദ്യം, അതിനുശേഷം എനിക്ക് റജി ലൂക്കോസിനോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രതിപക്ഷ നേതാവുമായിട്ട് ഈ അജിത് കുമാറിന് ബന്ധമില്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ കേസ് അന്വേഷിച്ചതാരാ? പ്രതിപക്ഷ നേതാവിൻ്റെ കേസ് ഏതാണ്ട് ഒരു ഉണ്ട പരുവത്തിലായത് എങ്ങനെയാണ്? അതിനാദ്യം പ്രതിപക്ഷ നേതാവ് മറുപടി പറയണ്ടേ? യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ആധാറുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചതാരാ? അതും ഏതാണ്ട് അതേ തരത്തിലാക്കിയില്ലേ? വേണുഗോപാലിൻ്റെ കേസ് അന്വേഷിച്ചതാരാ? ആ വേണുഗോപാലിൻ്റെ കേസിൻ്റെ വിഷയം അൻവർ തന്നെ ഉന്നയിച്ചല്ലോ. അപ്പോൾ അജിത് കുമാറിന് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. ഇനി അജിത് കുമാർ എനിക്കറിയാത്ത കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല. പക്ഷേ ഞാൻ തുറന്നു പറയാണ്, RSSൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കേരളത്തിൻ്റെ ADGP കണ്ടാൽ അതിലെന്താ തെറ്റ്? കാണുന്നതുകൊണ്ട് എന്താ തകരാറ്? അതിലൊരു തകരാറുമില്ല. അതിൽ ആരോപണം അത് പിണറായി വിജയൻ്റെ ദൂതനായിട്ടാണ് പോയത് എന്നൊരു ആരോപണം VD സതീശൻ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ അത് തെളിയിക്കേണ്ട ബാധ്യത VD സതീശനാണ്, ഞങ്ങൾക്കല്ല. അതുകൊണ്ട് അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവരെയും കാണാനുള്ള അവകാശം ഗവർണർ മോഹൻ ഭഗവതിനെ പോയി കണ്ടില്ലേ? അപ്പോൾ എല്ലാവരെയും കാണാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു തടസ്സവാദങ്ങളുമില്ല. കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ദൂതുമായിട്ടാണ് പോയത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ദൂത് എന്തായിരുന്നു അതൊക്കെ തെളിയിക്കേണ്ട ബാധ്യത അവർക്കാണ്, ഞങ്ങൾക്കല്ല. അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളെന്തുകൊണ്ട് അജിത് കുമാറിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തുന്നില്ല? ഞങ്ങളൊന്ന് കാത്തിരിക്കുകയാണ്. ഇതെന്താ കാര്യം എന്നറിയോ നമുക്ക് ചില കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഈ ന്യൂക്ലിയർ തിയറി ഉണ്ട്. ഈ ന്യൂക്ലിയർ തിയറി അനുസരിച്ച് 2 വലിയ ശക്തികൾ, ആ ശക്തികൾ തമ്മിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവും. അതാണ് MAD എന്നാണ് അതിന് പറയാം, മ്യൂച്വൽ അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ. കാരണം അത് USSR അമേരിക്കയും തമ്മിലൊക്കെ ഉണ്ടായ ഒരു കരാറാണ്. ഏതാണ്ട് അതേപോലെയാണ് ഈ മ്യൂച്വൽ അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ്റെ ആ കരാറ് പോലെയാണ് ഇവിടുത്തെ കാര്യം. കാരണം എന്താ, ഈ അൻവർ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ ഇവിടുത്തെ DGPയുടെയും SP-യുടെയും താക്കോലുണ്ട്. എന്നാൽ അൻവറിൻ്റെ താക്കോല് പിണറായി വിജയൻ്റെ ഉണ്ട്. എന്നാൽ പിണറായി വിജയൻ്റെ താക്കോല് DGPയുടെ ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും താക്കോല് ശശിയുടെ കയ്യിലുണ്ട്. ഈ രഹസ്യ കലവറയിൽ അജിത് കുമാർ ഈ പറഞ്ഞ PV അൻവർ എന്ന ഭരണപക്ഷ MLA ഉന്നയിക്കുന്ന ഗുരുതര ആരോപണങ്ങൾ രാഷ്ട്രീയമായി നിങ്ങൾക്ക് മുന്നിലുണ്ട് ഇല്ലേ? ആ താക്കോലൊക്കെ എവിടെ ഇരിക്കട്ടെ, ഈ ആരോപണങ്ങൾ നിങ്ങൾക്ക് മുന്നിലില്ലേ? അതെ, അത് ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് അതിഗുരുതര ആരോപണങ്ങളല്ലേ? എന്താ ഇറങ്ങാൻ മടി? നേരത്തെ ഞാൻ സജനോട് ചോദിച്ച പോലെ ഞാൻ വളരെ കൃത്യമാണ് ആഷ്മി ആ ചോദ്യം. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 2-3 ദിവസം ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ ദിവസമാണ്. അത് നിങ്ങൾക്ക് അറിയാലോ. ഇന്ത്യയിലെ BJPയുടെ രാഷ്ട്രീയ അംഗത്വത്തിൻ്റെ ക്യാമ്പയിനാണ്. ഞങ്ങളിറങ്ങും,
ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് വരും എന്ന് മാത്രമല്ല, ഞാൻ ഇവിടെ വെച്ച് നിങ്ങളോട് പറയാണ്, അൻവറിനെതിരെ കേസെടുക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം കൺസീൽമെന്റ് ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്നത് ക്രിമിനൽ നടപടി പ്രകാരം മാരകമായ കേസാണ്. പ്രത്യേകിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് പുതിയ നിയമ സംഹിത അനുസരിച്ച് ഒരു മിനിറ്റ് ഞാൻ തീർക്കാം. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂടിവെച്ചാൽ UAPAക്ക് എടുക്കേണ്ട കേസാണ്. ഞങ്ങൾ വരും, ഞങ്ങൾ പരാതിയുമായി വരും, ഞങ്ങൾ പോകേണ്ട കഴിയുമ്പോഴേക്കും ഈ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ആറിപ്പോയില്ലെങ്കിൽ സമരമായി വരും. തിരികെ എത്താം ചെറിയൊരു ഇടവേള. മുഖ്യമന്ത്രി സൂചിപ്പിച്ച പുഴുക്കുത്തുകളെ തേടിയുള്ള യാത്രയിലാണ് ഞാനും കേരളത്തിലെ സഖാക്കളും. ഒറ്റയ്ക്കല്ല, ഒരുപാട് ആളുകൾ തേടി വരുന്നുണ്ട്. സംസ്ഥാനത്ത് എല്ലായിടത്തും സഖാക്കൾ ഇത്തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടെന്ന് PV അൻവർ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സഖാക്കളും PV അൻവറിനെ തേടി വരുന്നു എന്നുള്ളത് കുറച്ചൊന്ന് അൻവർ പെരുപ്പിച്ച് പറഞ്ഞതാണെങ്കിലും ഈ പോലീസിനെ കുറിച്ച്, ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് താഴെത്തട്ടിലുള്ള സഖാക്കളുടെ നിലപാട് അത് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കമാക്കരുത്തില്ല. അത് നമുക്ക് വരുന്ന പേഴ്സണൽ ഫോൺ കോൾ അടക്കം അവരുടെ നിലപാട് അതാണെന്നിരിക്കെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഏരിയയിലേക്കും ജില്ലയിലേക്കും കടക്കാൻ പോകുന്നു. ഈ അൻവർ ഈ പറയുന്ന ആരോപണങ്ങൾ ശശിയുടെ അടക്കം അതിരൂക്ഷമായ ചർച്ചകൾക്ക് ഈ സമ്മേളനങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരില്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ സമയത്ത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ആരോപണം അൻവറിനെ കൊണ്ട് അത് ഉന്നയിപ്പിക്കുന്നത് കാരണം പാർട്ടിക്കുള്ളിൽ അത് ഉന്നയിക്കാൻ പറ്റില്ല. ഇത് ഈ P ശശി എങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടും വരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നമുക്ക്, അല്ലെങ്കിൽ അത് അന്വേഷിച്ചാൽ നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഈ ശശിയെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. P ശശിയെ 2011 വളരെ ഗുരുതരമായ സെക്ഷൽ മിസ്കോണ്ടക്റ്റിന് പുറത്താക്കിയതിന് ശേഷം, CKP പത്മനാഭന്റെ അടക്കം പരാതിയിൽ പുറത്താക്കിയതിന് ശേഷം അദ്ദേഹത്തിന് 7 വർഷം കഴിഞ്ഞ് 2018 അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ DYFIക്കാരന്റെ കേസിൽ അദ്ദേഹത്തിന് വിടുതൽ കിട്ടി. അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ജില്ലാ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റി ആദ്യം ഏരിയ കമ്മിറ്റിയിലാണ് 2018. 2019 വരെ കാത്തിരിക്കേണ്ടി വരുന്നു. അതായത് P ജയരാജൻ അവിടെ വടകരയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം താൽക്കാലികമായിട്ട് MV ജയരാജന് കൊടുക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് P ശശിക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. അതിനുശേഷം 2022 എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഒരു ഡെലിഗേറ്റ് ആയിട്ട് പോലും അവിടെ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷ അംഗങ്ങൾ എതിർത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു ഡെലിഗേറ്റ് ആയിട്ട് പോലും അവിടെ വരാൻ പറ്റാത്തൊരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തെ അങ്ങനെ കൊണ്ടുവരുന്നത്, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതും. അതിനുശേഷം പുത്തലത്ത് ദിനേശനെ 2021 മുതൽ 2022 വരെ പുത്തലത്ത് ദിനേശനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹത്തെ ദേശാഭിമാനിയുടെ ചുമതല കൊടുത്ത് ശശിയെ 2022 കൃത്യം 2 വർഷം മുൻപ് മാത്രമാണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി മാറ്റുന്നത്. അതിനുശേഷമാണ് ഈ പോലീസിനെ കുറിച്ചും ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും ഇത്രമാത്രം, അതിനു മുൻപേ പരാതി ഉണ്ടായിരുന്നു. 2016 മുതൽ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നതിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള ലോക്നാഥ് ബെഹ്റയെ കുറിച്ചൊക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ 2022 മുതലുള്ള കഴിഞ്ഞ 2 വർഷത്തിലാണ് ഇത്രമാത്രം ഗുരുതരമായ ആരോപണങ്ങൾ പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ടായത്. ആ ഒരു കാലഘട്ടത്തിൽ P ശശി ഇതിനെ നിയന്ത്രിക്കുകയാണ് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. P ശശിയെ ഇപ്പോൾ P ജയരാജനാണ് അദ്ദേഹത്തെ ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിനെ തന്നെ പാർട്ടിയിൽ എതിർത്ത ഏക ആള്. സംസ്ഥാന കമ്മിറ്റിയിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ P ജയരാജനെ ആ കാര്യത്തിൽ വിമർശിക്കുന്നതായിട്ട് മനോരമയും മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏകകണ്ഠമായിട്ട് എടുക്കേണ്ട തീരുമാനം P ജയരാജൻ എതിർക്കുന്നതിനെ കുറിച്ച് P ജയരാജൻ അന്ന് ശശിയുടെ പഴയ 2011 ആരോപണങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം അൻവർ ഇതിന് മുന്നിൽ ഉണ്ടെങ്കിലും പിന്നിൽ ആരാണ്? പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ P ജയരാജന്റെ മകൻ ജെയിൻ രാജാണ് സ്വർണ്ണക്കടത്തിന്റെ കിങ് പിൻ, അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലിന്റെ കിങ് പിൻ എന്ന് മനു തോമസ് ആക്ഷേപം ചൊരിഞ്ഞതിന് ശേഷം ആണ് ഇതെല്ലാം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സാക്ഷാൽ സ്വർണം പൊട്ടിക്കലിന്റെയും ഇത് ഇവിടെ കേരളത്തിൽ നടക്കുന്ന എല്ലാത്തരം ക്രിമിനൽ ഈ സ്വർണ്ണ എന്താ പറയുന്നത് ഈ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം ഈ
കോഴിക്കോട് നടക്കുന്ന കരിപ്പൂർ വിമാനത്താവളമായിട്ട് നടക്കുന്ന എല്ലാ പൊട്ടിക്കലിന്റെയും ഒരു ഭാഗത്ത് അജിത് കുമാറാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന തരത്തിൽ അത് നേരെ തിരിഞ്ഞു വരുന്നത്. ഇതെല്ലാം നമ്മൾ ഇന്റർലിങ്ക്ഡ് ആയിട്ട് ഇതിന്റെ എല്ലാം കണക്ഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ അൻവറിന്റെ പുറകിൽ ആരൊക്കെയാണുള്ളത്, അത് അൻവറിന്റെ ഓഫീസിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ സ്റ്റാഫായിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കണം, അല്ലാതെ ഇതെല്ലാം നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് കാണരുത്. അത്ര നിഷ്കളങ്കമായ കേവലം ഒരു പരാതി, ആ കേവലം ഒരു പരാതി എഴുത്ത് തന്നെ അന്വേഷിക്കാമെന്ന എന്ന കേവലതകളല്ല അതിലുള്ളതെന്ന് പറയുന്നത് ശരിയുമാണ്. തിരികെത്താൻ ഇടവേളയ്ക്ക് ശേഷം PV അൻവർ അടുത്ത ദിവസങ്ങളിൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പരാതി എഴുതി കൊടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ കാര്യം ഇപ്പോൾ ഇന്നിപ്പോൾ MV ഗോവിന്ദൻ പരാതി കിട്ടാത്തതുകൊണ്ട് അന്വേഷണമില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് പരാതി കിട്ടുമ്പോൾ അന്വേഷണം ഉണ്ടാകുമോ എന്നൊരു പ്രതികരണം അവിടെ നിന്നുണ്ട്. റെജി ലൂക്കോസ് ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതിനെ കേവലാർത്ഥത്തിൽ ഒരു PV അൻവറിൻ്റെ പരാതി അല്ലെങ്കിൽ ആ പരാതി സാങ്കേതികമായി എഴുതി കിട്ടി അങ്ങനെയാണോ കാണേണ്ടത്, അതോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊരു നേതാവിനൊരു കാലമുണ്ടല്ലോ, ആ കാലം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു, ആ കാലം ഏതാണ്ട് കഴിയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലുള്ള കാലം ഏതാണ്ട് കഴിയാൻ പോകുന്നു. അത് കഴിയുമ്പോൾ പുതിയ അധികാര കേന്ദ്രം CPM-നകത്ത് ഉണ്ടാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ആ പുതിയ അധികാര കേന്ദ്രം ആരാണ്, അതിനുവേണ്ടി ഒതുക്കേണ്ടത് ആരെയൊക്കെയാണ് എന്ന ഒരു രാഷ്ട്രീയാലോചന അല്ലേ യഥാർത്ഥത്തിൽ അൻവറിൻ്റെ പരാതിയുടെ കാതൽ? റെജി ലൂക്കോസ്. അല്ല ഹാഷ്മി, പിണറായി വിജയന്റെ കാലം ഏതാണ്ട് തീരാൻ പോകുന്നു പറയുന്ന ഒരു അതിശയോക്തിയായ ചോദ്യമാണ്. കാരണം 81-ാമത്തെ വയസ്സിലാണ് VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. പിണറായി വിജയന്റെ കാലം തീർന്നൊന്നും നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യരുത്. കാരണം അദ്ദേഹം എത്രയോ വർഷങ്ങൾ ഇനി ഈ പാർട്ടിയുടെ അമരത്തിരിക്കേണ്ട ഒരാളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 8 വർഷം കൊണ്ട് സുരക്ഷ 17 വർഷം പാർട്ടി സെക്രട്ടറി, 17 വർഷം പാർട്ടി സെക്രട്ടറി, 5 വർഷം മുഖ്യമന്ത്രി, അടുത്ത 5 വർഷം മുഖ്യമന്ത്രി പൂർത്തീകരിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞും ഞാൻ പറഞ്ഞതൊക്കെ CPM-ന്റെ താല്പര്യമാണ്. എങ്കിൽ കൂടിയും ഒരു കാൽ നൂറ്റാണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അല്ലെങ്കിൽ എന്താണ് ഒരു രാഷ്ട്രീയ സബര്യ പൂർത്തിയാക്കി എന്ന് പറയാൻ കഴിയുന്ന ഒരു കാലയളവാണല്ലേ? അത് ഞാൻ വിശ്വസിക്കത്തില്ല. കാരണം ജനാധിപത്യത്തിൽ ഒരു റിട്ടയർമെന്റ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3-ാം വട്ടം എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മോദി സഖീഷികളെ കൂട്ടിക്കൊണ്ട് ഭരിക്കുന്നത്? അപ്പൊ അതൊന്നും അല്ല നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് 75 വയസ്സ് എന്നൊരു സാധനം വെച്ചിട്ടുണ്ട്. 75 വയസ്സ് എന്നൊരു ബാർ വെച്ചിരിക്കുന്നത് എന്തിനാണ്? അല്ല, തീർച്ചയായിട്ടും അത് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിനല്ല പറഞ്ഞിരിക്കുന്നത്, അധികാര സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ പാർലമെന്ററി മോഹത്തിലേക്ക് എന്നുള്ള ഒരു മാനദണ്ഡം, അതൊരു മാനദണ്ഡം മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് ഒരു തീരുമാനമായിട്ടൊന്നും പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. 2 പ്രാവശ്യം കൂടി മത്സരിക്കാൻ പാടില്ല, 75 വയസ്സുള്ള ലിമിറ്റ് പാർട്ടി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായിട്ട് പാർട്ടി പ്രഖ്യാപിച്ചു. അതിന് നിയമപരമായിട്ടുള്ള ഒരു ബേസ് ഒന്നും പാർട്ടി അതിനകത്ത് കൊടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനൊരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് റിട്ടയർമെന്റ് ഒന്നുമില്ല. അതൊക്കെ വെറുതെ പറഞ്ഞു. ഒരു പാർട്ടിക്കകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഞാൻ മോഡിക്ക് അത് ബാധകമായിരുന്നില്ല, അതുകൊണ്ട് പിണറായി വിജയന് ബാധകമാവില്ല. ഇപ്പൊ മോഡിക്ക് BJP വെച്ച മാനദണ്ഡം മോഡിക്ക് ബാധകമല്ല എന്ന് അമിത്ഷാ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ മോഡിക്ക് BJP വെച്ച മാനദണ്ഡം അത് മോഡിക്ക് ബാധകമല്ല എന്ന് അമിത്ഷാ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ CPM വെക്കുന്ന മാനദണ്ഡം പിണറായിക്ക് ബാധകമല്ലെങ്കിൽ CPM തീരുമാനമാണ്, ശരിയാണ്, അങ്ങനെ CPM തീരുമാനിക്കാം. അല്ല, ഞാനൊന്നും പറഞ്ഞോട്ടെ, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തനിക്കൊരു ബദലാവുമെന്നുള്ള ഭയത്തിൽ റിട്ടയർമെന്റ് കൊടുത്തൊരു രാഷ്ട്രീയ നേതാവുണ്ട് ഇന്ത്യയിൽ. അത് മോദിയാണ്. ആർക്കൊക്കെ? അദാനിക്കും മുരളി മനോഹർ ജോഷിക്ക് 75 വയസ്സ് കഴിഞ്ഞാൽ ഇനി മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ മൂലക്കിരുത്തിയതുണ്ട്. അതാണ് ചരിത്രം, നമുക്കറിയാം. അല്ലാണ്ട് CPM-ന് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പ്രകാശകാരുടെ 75 വയസ്സായി, അദ്ദേഹം പാർട്ടിയിൽ ഇപ്പോഴും സജീവമല്ലേ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പോളിറ്റ് ബ്യൂറോ ഇല്ലേ? അതിനെന്തെങ്കിലും ഇതുണ്ടോ? അപ്പം അങ്ങനെയൊന്നും നമ്മൾ കണക്കൂട്ടേണ്ട ആവശ്യമില്ല. പാർട്ടി ഉചിതമായ സമയത്ത് അടുത്ത ആരാണെന്നുള്ളത് തീരുമാനിക്കും. അത് ജനങ്ങളുടെ മുമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോയി കഴിഞ്ഞ് പാർട്ടി വിജയിച്ചു വരുമ്പോഴത്തേക്ക് ആരാണ് നേതാന്നുള്ളതും പാർട്ടി തീരുമാനിക്കുക. അങ്ങനെയാണ് ഇതുവരെയുള്ള തീരുമാനങ്ങൾ ഈ പാർട്ടിയുടെ. അവിടെ അതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. പിന്നെ പിണറായി വിജയനെ ഒന്ന് തീർക്കാനായിട്ട് അദ്ദേഹം ഒന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം അതേ ആരോഗ്യവാനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ മാധ്യമങ്ങൾ മാന്യതയില്ലാതെ ഉണ്ട്. ഞാൻ അത് 24-നല്ല ഉദ്ദേശിച്ചത്, 24 അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ചില മാധ്യമങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം രോഗിയാണ്, അദ്ദേഹം ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാണ്, അതുകൊണ്ട് മാറുന്നു, അദ്ദേഹം രോഗിയാണെന്നോ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇവർക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടോ? അതൊക്കെ ആര് പറഞ്ഞാലും തെറ്റാണ്. പക്ഷേ 25 വർഷം എന്ന് പറയുന്നത് 17 വർഷത്തെ പാർട്ടി സെക്രട്ടറി എന്നാൽ പൂർണ്ണ ശക്തനായ പാർട്ടി സെക്രട്ടറി, അത് കഴിഞ്ഞ മുഖ്യമന്ത്രി കാലയളവ് എന്ന് പറയുമ്പോൾ പോലും പാർട്ടി എന്ന സ്വന്തം കൈവള്ളലിരുന്ന 2 കാലയളവ്, ഇപ്പോൾ ബാക്കി 2 വർഷം കൊണ്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതത്തിലെ വലിയ സബരിയാണെന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള അർത്ഥം അതിലില്ല. തിരികെത്താൻ ഇടവേളയ്ക്ക് ശേഷം എന്തായാലും ആ പരാതിയിൽ പാർട്ടി അന്വേഷണമില്ല എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ MV ഗോവിന്ദൻ പറയുന്നത്. പക്ഷേ പരാതി നൽകും എന്ന് PV അൻവർ പറയുന്നു.
അപ്പോൾ അത് പരാതി നൽകുമ്പോൾ അന്വേഷണത്തിലേക്ക് പോകുമോ എന്ന് അടുത്ത ദിവസങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ADGP MR അജിത്കുമാറിനെതിരായ പരാതിയിലെ അന്വേഷണങ്ങൾ എന്താവുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോഴൊക്കെയും ആരാണ് PV അൻവറിൻ്റെ പിന്നിൽ എന്ന പൊളിറ്റിക്കൽ പ്ലോട്ട് എന്താണ് എന്ന കാര്യം ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയുമാണ്. നാളെ കാണാം. ഗുഡ് ബൈ. You are watching 24 from News Headquarters, Kochi.